അപ്പൊ ഒരു ദിവസം ചായ കുടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 25 വയസ്സുള്ള ഒരു എംപ്ലോയി ഒരു ദിവസം 3-4 ചായ കുടിക്കും, 60 രൂപ. അപ്പോൾ ഒരു മാസം എത്രയായി? 1800 രൂപ. 1800 രൂപ വെച്ച് 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ 1 കോടി രൂപ കിട്ടും. ഡ്യൂ ഡേറ്റിന് മുമ്പ് അടയ്ക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടിയാണ് കട്ട് ചെയ്ത് കളയുക. ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 35% ഒരു ദിവസം താമസിച്ചാണ്. എന്തിനങ്ങനെ ചെയ്യുന്നേ? വൈ യു ആർ യൂസിങ് ക്രെഡിറ്റ് കാർഡ്? ഇഫ് യു ഹാവ് നോ ഇൻകം, വൈ യു ആർ യൂസിങ് ക്രെഡിറ്റ് കാർഡ്? ഓൺലി തിങ് യു ക്യാൻ യൂസ് ദ ക്രെഡിറ്റ് കാർഡ് എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ. ക്രിപ്റ്റോയിലൊക്കെ ആരോ ഒന്നോ രണ്ടോ പേർക്ക് കിട്ടിയെന്ന് പറയുന്നുള്ളൂ. ഇപ്പൊ ക്രിപ്റ്റോ എവിടെ? ക്രിപ്റ്റോയ്ക്ക് ടാക്സ് വരെ ഗവൺമെന്റ് കൂട്ടി വെച്ചിരിക്കുകയാണ്. അതിനൊന്നും ഓതറൈസ്ഡ് ആയിട്ട് റിസർവ് ബാങ്ക് പോലും അപ്രൂവ് ചെയ്തിട്ടില്ല. തിരുക്കൊച്ചിയിൽ ക്രിപ്റ്റോ ഇല്ല, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും ഇല്ല. അത് ആദ്യം എന്റെ പല വീഡിയോകളിൽ ഞാൻ പറയുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണോ തിരുക്കൊച്ചി? ഗ്യാരണ്ടി ഇല്ലായിട്ടല്ല, ഒരിക്കലും അവർക്ക് പൈസ കിട്ടിയിട്ടില്ല. 2% ആളുകൾ കിട്ടിയില്ല. അത് വലിയ വലിയ കമ്പനികൾക്കാണ് കിട്ടുന്നത്. ഒരു മലയാളിക്കും കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. ഞാൻ എഴുതി വെച്ച് തരാം. കിട്ടിയ ആളെൻ്റെ അടുത്ത് വരാൻ പറ. മിക്കവരുടെയിലും പൈസ ഉണ്ടാവും. ഇന്നിപ്പോൾ എല്ലാവരും തന്നെ സമ്പാദിക്കുന്നുണ്ട്, എല്ലാവരുടെയും തന്നെ പൈസ ഉണ്ടാവും. പക്ഷേ ഈ പൈസ കറക്റ്റായിട്ട് എവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ പൈസേനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് എങ്ങനെയാണ്? ക്ലയൻസ് ഉണ്ട്, അതായത് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നവർ 25 വയസ്സ് ഫസ്റ്റ് ജോലി ഇടും, അവർക്ക് വേറെയാണ് മരുന്ന്. 40 വയസ്സ് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ റിച്ച് ആണ്. ഒരു 50 വയസ്സ് തൊട്ട് 60 വയസ്സ് സൂപ്പർ റിച്ച് ആണ്. അങ്ങനെയുള്ള ക്ലയൻസിന് അവർക്ക് പല രീതിയിലുള്ള അലോക്കേഷൻ നമ്മൾ കൊടുക്കും. അതിനകത്ത് സാധാരണയായിട്ട് പറയുന്നത് 30% സേവ് ചെയ്തേ പറ്റൂ. ബിഹൈൻഡ് ദ സീൻസിൽ ഇന്ന് നമ്മളോടൊപ്പം തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസസ് ഓണർ മിസ്റ്റർ ജോൺ സി ജേക്കബ് ആണ് ചേരുന്നത്. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇന്ന് എല്ലാവരും നമ്മുടെ പൈസ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. പൈസ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം നിറയെ ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പൈസ നമ്മൾ കറക്റ്റായിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യണത്? നമ്മൾ ചെയ്യുന്ന മണി മാനേജ്മെന്റ് പ്രോപ്പറാണോ? നമുക്ക് ചോദിക്കാം ഇദ്ദേഹത്തിൻ്റെ അടുത്ത്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ശ്രീ ജോൺ സി സർ. യെസ്, നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സർ, ഈ തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസസ് അല്ലേ, എന്താണ് ആക്ച്വലി? നമ്മൾ ഇന്നിപ്പോൾ മണി മാനേജ്മെന്റ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള സർവീസസ് കാണുന്നുണ്ട്. പുറമെ പല ഓഫീസുകളും നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം എങ്ങനെയാണ് തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ഫൈനാൻഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇപ്പം ഞങ്ങൾ ഈ കമ്പനി വന്നിട്ട് 15 വർഷമായി. ഏകദേശം ഒരു 1000-1200 ക്ലയൻസ് നമുക്കുണ്ട്. ഈ 360 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റിന് ആവശ്യമുള്ള എല്ലാ ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സും, ഒരു പ്രൊഡക്ട്സ് അല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നവരുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നവരുണ്ട്. സോഷ്യൽ മീഡിയ വഴി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ ചെയ്യുന്നതും പറയുന്നതും കണ്ടിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നു. തിരുക്കൊച്ചിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ക്ലയൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ നമ്മളെ വന്ന് കാണണം, അല്ലെങ്കിൽ ഞങ്ങൾ ക്ലയൻറ്റിനെ പോയി കാണണം. നിങ്ങൾ ക്ലയന്റിനെ നേരിട്ട് കാണാതെ ചെയ്യില്ല? ചെയ്യും. ഒരു ക്ലയന്റ് റെഫർ ചെയ്തായിരിക്കണം. അതായത് തിരുക്കൊച്ചിയിൽ പൊക്കോ, അല്ല ഓവർ ഫോൺ ചെയ്തോളൂ, ഞാൻ ഗ്യാരണ്ടി എന്ന് ഒരു ക്ലയന്റ് റെഫർ ചെയ്താൽ മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു പോളിസി? അതായത് ഒരു വ്യക്തിയെ നേരിട്ട് കാണാതെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സാക്ഷരത എത്രത്തോളം അറിയാതെ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് പറഞ്ഞു? ഡോക്യുമെന്റും കാര്യങ്ങളും കണ്ടാൽ പോരാ. കാരണം അയാളുടെ ഫേസ് ടു ഫേസ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതൊരു കെമിസ്ട്രിയാണ്. അങ്ങനെ ചെയ്തവരാരും തന്നെ ഓൺലൈനിൽ ഇന്ന് വരെ ഡയറക്റ്റ് സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് അല്ല യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ചാനലിലും കൂടെ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആരും ഇന്ന് ലോകത്തിൽ സക്സസ് ആയിട്ടില്ല. കാരണം ഞാൻ 25 വർഷമായിട്ട് ഈ ജോലി മാത്രം ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പ്രോപ്പർ മണി മാനേജ്മെന്റ് പറഞ്ഞു തരാം, നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, നിങ്ങളെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. നമ്മുടെ ചില ആൾക്കാർ പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ അതൊക്കെ ഫേക്ക് ആണോ? ഫേക്ക് അല്ല, സെക്യൂർഡ് ആണ്. സി, എന്റെ വഴി ഇൻവെസ്റ്റ് ചെയ്താലും അവർ പറഞ്ഞ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതിന് ഫേക്കും അല്ലെങ്കിൽ അൺസെക്യൂർഡും അങ്ങനൊന്നും അല്ല. അവരവരുടെ കാര്യം പറഞ്ഞു, അവരങ്ങനെ പോകുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ഇഷ്യൂ വരുമ്പോൾ ആരെ കോണ്ടാക്ട് ചെയ്യും? യു നീഡ് ടു കോണ്ടാക്ട് സംബഡി ആണ്. സി, സോഷ്യൽ മീഡിയയിൽ ഒരാളൊന്ന് പറയുന്നു നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാം, ഇത്ര രൂപ സമ്പാദിച്ചു തരാം. അപ്പൊ അങ്ങനെ അദ്ദേഹം പറയുകയാണ് ഇത്ര രൂപ സമ്പാദിച്ചു തരാമെന്ന് ഉറപ്പ് പറയാമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് മാത്രം ചെയ്താൽ പോരെ? എന്തിനാണ് മറ്റുള്ളവർ പഠിപ്പിക്കാൻ പോകുന്നത്? ഇതെല്ലാം ഒരു ടീച്ചിങ് പ്രൊഫഷണൽ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇതിലൊരു തെറ്റുമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു മൊബൈൽ ഫോൺ എടുക്കണമെങ്കിൽ നമ്മൾ കയറിയിട്ട്
ഒരു സിം കാർഡ് എടുക്കണമെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉടനെ തന്നെ നമുക്ക് ആൾ വരും, സിം എടുക്കും, തന്നിട്ട് പോകും. അത് കഴിഞ്ഞൊരു കംപ്ലൈൻറ്റ് വരുമ്പോഴോ എത്ര നമ്പർ പ്രസ് ചെയ്യണം? ഇത് തന്നെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഒരു ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന സമയം വരെ നിങ്ങളോട് എല്ലാവരും ഉണ്ടാവും, എടുത്തു കഴിഞ്ഞാൽ ആരും ഉണ്ടാകില്ല. വെരി ക്ലിയർ. അത്രേ ഉള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, പല വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇൻഷുറൻസ് ഏജന്റ് ആണ്, മ്യൂച്വൽ ഫണ്ട് ഏജന്റ് ആണ്, ഏജന്റ് അല്ലാത്തൊരു ഒത്തിരി മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അല്ല, നല്ല കാര്യമാണ്, നല്ല അവയർനെസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും ഗുണമുണ്ട്. കാരണം ഞങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഞങ്ങൾക്ക് തന്നെ ഇഷ്ടംപോലെ ബിസിനസ് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നത് അത് പലർക്കും പല രീതി. ഇത് തിരുക്കൊച്ചിയുടെ സ്റ്റൈലാണ്. ഞങ്ങൾ ആളെ കാണാതെ ബിസിനസ് ചെയ്യത്തില്ല. അതിൻ്റെതായ കുറവുകൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ ആളെ ഇവൻ ഗൾഫിലാണെങ്കിൽ പോലും റെഫറൻസ് ഇല്ലാതെ ആണെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾ എപ്പോഴെങ്കിലും വന്ന് കണ്ടിട്ട് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ബിസിനസ് കുറവാണ്. കാരണം അവർ വേറെ രീതിയിൽ അവർ ഉടനെ ചെയ്യും. പക്ഷെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റം വന്നിട്ടുണ്ട്. സാർ പറഞ്ഞു തിരുക്കൊച്ചി ഒരുപാട് കാര്യങ്ങൾ സർവീസസ് കൊടുക്കുന്നുണ്ടെന്ന്. ആ ഒരുപാട് ഉദ്ദേശിക്കുന്നത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? തിരുക്കൊച്ചിയുടെ ഒരു സർവീസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം ഫിക്സഡ് ഡിപ്പോസിറ്റ്, ബാങ്കിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് വരെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഒരാൾ പറയുകയാണ് HDFC ബാങ്കിൽ എനിക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യണം, എനിക്ക് ബാങ്കിൽ പോകാൻ സമയമില്ലെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും. പോസ്റ്റൽ സ്കീം എന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോസ്റ്റൽ സ്കീം, നാഷണൽ പെൻഷൻ, ഈ 3 പ്രോഡക്റ്റിന് ഒരു കമ്മീഷനും ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കിയുള്ളൂ കേട്ടോ. ഐ എം ഡൂയിങ് ചാരിറ്റി ടു ദ ക്ലയന്റ്. ഇനിയും വരുന്ന പ്രോഡക്ട്സിൽ എനിക്ക് കമ്മീഷനുള്ളൂ. മ്യൂച്വൽ ഫണ്ട്, FDക്കും NPSനും പോസ്റ്റൽ സ്കീമിനും എനിക്ക് ഏജൻസി ഇല്ല. ഐ എം ഡൂയിങ് ചാരിറ്റി. ആ ചാരിറ്റിയിൽ ഒരു ബിസിനസ് ഉണ്ടെന്നുള്ള കാര്യം ഓപ്പണേ പറയാം. ഇതിലൂടെ ക്ലയന്റ് എനിക്ക് കിട്ടുമെന്നുള്ള ഒരു മാനസികമായ സന്തോഷിച്ച് വിശ്വാസത്തോടെ ചെയ്യുന്നതാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഈ പ്രൊഡക്റ്റുകളൊക്കെ നല്ല പ്രൊഡക്റ്റുകളാണ്. പക്ഷെ ഇത് മറ്റുള്ളവർ ആരും നമ്മളെ സജസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഒരു ബാങ്കും നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് അവൈലബിൾ ഇന്ത്യയിൽ. 60 വയസ്സ് കഴിഞ്ഞ് ആർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. 8.2% ക്വാർട്ടർലി ഇൻട്രസ്റ്റ് 8 വർഷത്തേക്ക് കിട്ടും. അത് ബാങ്കുകാർ കൊടുക്കുന്ന 7% ഉള്ളൂ. അപ്പൊ ബാങ്കിന്റെ പൈസ പോകില്ലേ? അപ്പൊ അവർ പറയൂ ഇത് ബാങ്കിന്റെ കുറ്റമല്ല, നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എല്ലാ നല്ല കാര്യങ്ങളും പുറകിലുണ്ട്, നമ്മളായിട്ട് തേടി കണ്ടുപിടിക്കണം. കമ്മീഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഏജന്റ്സ് ഒന്നും അത് പ്രൊമോട്ട് ചെയ്യാത്തത് നമ്മുടെ ഇടയിൽ. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് പറഞ്ഞാൽ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഓപ്പണേ പറയാം, ഞങ്ങളൊരു സെർട്ടൻ ലെവലിൽ എത്തിയത് കൊണ്ട് നമുക്ക് ഇനി അത് പറയണം എന്നൊരു മനസ്സിൽ ആശയം വന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നാഷണൽ പെൻഷൻ സ്കീം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത് 10,000 പേരെങ്കിലും ഞാൻ പറഞ്ഞു കേട്ട് നാഷണൽ പെൻഷൻ സ്കീമിൽ ചേരണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു കേരളത്തിലൊരു മലയാളി ഒരു നാഷണൽ പെൻഷൻ സ്കീമിൽ ചേർന്ന് അവൻ സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ തന്നെയാണ്. കാരണം ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ ഇത് തന്നെയാണ്. ഇറ്റ്സ് നോ ഡിഫറൻസ്. ഇപ്പം മാഡത്തിന്റെ കസിന് കേരള ഗവൺമെന്റിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ജോലി കിട്ടിയാൽ 14% ഗവൺമെന്റും അടയ്ക്കണം, 14% ഈ വ്യക്തി അടയ്ക്കണം, കസിനും അടയ്ക്കണം. അതാണ് നാഷണൽ പെൻഷൻ സ്കീം, കോൺട്രിബ്യൂട്ടഡ് പെൻഷൻ എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മൾ സർക്കാർ ജോലിക്കൊന്നും പോകണ്ട. 14%ഉം പ്ലസ് 14% ഞാനും അടച്ചാൽ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പം സർക്കാർ നമുക്കത് തരാൻ സർക്കാരല്ല, PFRDയുടെ പെൻഷൻ എന്ന് പറഞ്ഞ പുതിയ റൂൾ അനുസരിച്ച് 2006 ശേഷം ആർക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ല ഇന്ത്യയിൽ. ചില സംസ്ഥാനങ്ങളുണ്ട്, കേരളത്തിലില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റിട്ടയർഡ് ആകുന്ന ശമ്പളത്തിന്റെ പകുതി കിട്ടുന്ന 50%. ഇപ്പൊ അതില്ല. കോൺട്രിബ്യൂട്ടഡ് പെൻഷൻ, അതായത് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ തൊട്ട് 14% അടയ്ക്കുക. 60 വയസ്സാകുമ്പം ഈ പെൻഷൻ പൈസ കൊണ്ടുപോയി 60% ക്യാഷായിട്ട് വിട്ടുകഴിയാം. 40% ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുടെ പെൻഷൻ പ്ലാന് വാങ്ങിച്ചേ പറ്റൂ. LICയുടെ, ICICയുടെ, HDFCയുടെ പ്ലാൻ മേടിച്ചാൽ മന്ത്ലി അവർ പെൻഷൻ തരും, ലൈഫ് ലോങ് പെൻഷൻ തരും. ഇതേ സംഭവം നമുക്കും ഉണ്ട്. പക്ഷെ നമ്മളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ അത് അതിന്റെ ഒരു റൈറ്റ് ഏജ് എപ്പോഴാണ്, എപ്പോൾ മുതൽ നമുക്കത് എടുക്കാം? ഇപ്പൊ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ തൊട്ട് ഫൈനാൻസ് മിനിസ്റ്റർ കൊച്ചു കുട്ടികൾക്ക് ഇത് പഠിപ്പിക്കാൻ വേണ്ടി 0 ആക്കിയിട്ടുണ്ട്. എൻട്രി ഏജ് 0 ഏജ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. പണ്ട് റൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി 60 വയസ്സ് വരെ ചെയ്യണമായിരുന്നു. ഈ April 1 തൊട്ട് അത് മാറ്റിയിട്ട് മിനിമം ലോക്കിംഗ് പീരീഡ് 5 ഇയേഴ്സേ ഉള്ളൂ. ഒരു വയസ്സുള്ള കൊച്ച് 5 വയസ്സ് തൊട്ട് വലിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് പെൻഷൻ കിട്ടും. പക്ഷെ റൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോഴും ഫോർ എക്സാമ്പിൾ ഒരു വയസ്സുള്ള കൊച്ചിന് ഒരു ഗ്രാൻഡ് പേരന്റ് ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന 5 കൊല്ലത്തേക്ക് 50 ലക്ഷം രൂപ, അതൊരു 80 ലക്ഷം രൂപയായി. 80 ലക്ഷം രൂപ ഒന്നിൽ 80 ലക്ഷം രൂപ അടുത്ത ദിവസം തൊട്ട് പെൻഷൻ മേടിക്കാം മന്ത്ലി. അല്ലെങ്കിൽ അവരെ പേരൻസിന് ഗ്രാൻഡ് പേരൻസ് കൊടുത്തതായതുകൊണ്ട് പേരൻസിന് വേണമെങ്കിൽ 80% വിഡ്രോ ചെയ്യുക, 20% പെൻഷനിൽ പോയാൽ മതി.
ഇതൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ടെന്നേ. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ വീട്ടിൽ ഡോക്ടർ ഉള്ളവർ എപ്പോഴും ഫൈനാൻഷ്യൽ കൺസൾട്ടന്റിനെ ഫൈനാൻഷ്യൽ സർവീസ് ബോർഡിനെ വീട്ടിൽ കയറ്റാൻ ശ്രമിക്കണം. അവർ വിശ്വസിച്ച് മാത്രം യൂസ് ചെയ്യുക. അവരെ കൊള്ളുവോ ഇല്ലെന്ന് കണ്ടുപിടിച്ച് ചെയ്യുക. അതാ ഞാനിപ്പം തുടക്കത്തിൽ പറഞ്ഞ പോലെ മിക്കവരുടെയിലും പൈസ ഉണ്ടാവും. ഇന്നിപ്പോൾ എല്ലാവരും തന്നെ സമ്പാദിക്കുന്നുണ്ട്. എല്ലാവരുടെയും തന്നെ പൈസ ഉണ്ടാവും. പക്ഷേ ഈ പൈസ കറക്റ്റായിട്ട് എവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ പൈസേനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, നമ്മൾ എവിടെയാണ് കൊണ്ടുപോയി നമ്മുടെ പൈസ എല്ലാവരും കൊണ്ടുപോയി പെട്ടെന്ന് എന്താ ചെയ്യുക, യൂഷ്വൽ നമ്മൾ കാണുന്ന രീതിയിൽ ബാങ്കിൽ കൊണ്ടുപോയി FD ഇടും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുറേ ആൾക്കാർ ഷെയറിൽ പൈസ ഇടുന്നുണ്ട്. ഇതിനപ്പുറം ഇപ്പം സാറ് പറഞ്ഞ പോലെ NPS ആയിക്കോട്ടെ, ബാക്കിയുള്ളതിനകത്തൊക്കെ നമ്മുടെ കോമൺ മാൻ അത്ര അവെയർ അല്ല. അവിടെയാണ് നമ്മുടെ തിരുക്കൊച്ചി സർവീസസ് ഏറ്റവും കൂടുതൽ കോമൺ മാനിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ സിമ്പിൾ ലോജിക്കാണ്. ഞങ്ങൾ ക്ലയന്റിനെ വിളിച്ച് ഞങ്ങളവിടെ പോകും. ഞങ്ങൾ ഒരു ചായ കുടിച്ചേ വരുള്ളൂ. ആ റോബോ ബിൽഡിംഗ് ചെയ്താൽ മാത്രമേ നമ്മൾ അവരോട് ബിസിനസ് ചെയ്യുള്ളൂ. അല്ല നമ്മൾ പോയി മേടിച്ചുകൊണ്ട് വരുന്ന പരിപാടിയൊന്നും നമുക്കില്ല. നമ്മൾ അവരോട് ചോദിക്കുന്നത് ടോട്ടൽ എത്ര അസറ്റ് ഉണ്ട്, എത്ര ഇൻകം ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്, എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇതാണ് ഒരു സൊല്യൂഷൻ സാറിന് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. പല കാറ്റഗറി ഓഫ് ക്ലയൻസ് ഉണ്ട്. അതായത് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നവർ 25 വയസ്സ് ഫസ്റ്റ് ജോലി ഇടും, അവർക്ക് വേറെയാണ് മരുന്ന്. 40 വയസ്സ് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ റിച്ച് ആണ്. ഒരു 50 വയസ്സ് തൊട്ട് 60 വയസ്സ് സൂപ്പർ റിച്ച് ആണ്. അങ്ങനെയുള്ള ക്ലയൻസിന് അവർക്ക് പല രീതിയിലുള്ള അലോക്കേഷൻ നമ്മൾ കൊടുക്കും. അതിനകത്ത് സാധാരണയായിട്ട് പറയുന്നത് 30% സേവ് ചെയ്തേ പറ്റൂ. 100 രൂപ കയ്യിലുണ്ടെങ്കിൽ എല്ലാം ടാക്സ് എല്ലാം കഴിഞ്ഞ് 30% സേവ് ചെയ്യുക. 30% EMI എടുക്കുക. ഒരു ബിഗിനർ, അതായത് ജോലി ആദ്യമായിട്ട് തുടങ്ങുന്നവർ തൊട്ട് ഏത് ലെവലിലേക്ക് പോയി കഴിഞ്ഞാലും ഈ 30% തന്നെയാണ് മിനിമം. 30% EMI വരും. വീട് മേടിക്കും, ഫ്ലാറ്റ് മേടിക്കും, EMI അല്ലെ ആപ്പിൾ ഫോൺ മേടിക്കും. 30% ഗ്രോസറി മേടിക്കാൻ വേണം. 10% എന്ത് ലൈഫിലാണ് എന്റർടൈൻമെന്റ് വേണ്ടി യൂസ് ചെയ്യുക. സെൽഫ് എന്റർടൈൻമെന്റ് ഓർ ഫാമിലി എന്റർടൈൻമെന്റ് വേണ്ടി യൂസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ കമ്പനി ഞാൻ പറയുന്നത് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് നാളെ ഉണ്ടാവുന്ന ഉറപ്പില്ലല്ലോ. അപ്പൊ 60 കഴിഞ്ഞിട്ട് നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്യണ്ട, അതാത് വർഷവും അതാത് മാസവും എന്റർടൈൻമെന്റ് ചെയ്ത് പോവുക. കാരണം ഇതിനകത്ത് ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ പുതിയ ന്യൂ വേൾഡിലോട് 2026 ആയി. ഇപ്പോൾ ഇറാഖ് വാർ, പല ഇഷ്യൂകൾ വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കും. ഒന്ന് നമ്മൾ ജീവിച്ചിരിക്കും, ഒന്ന് നമ്മൾ മരിച്ചു പോകും. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നോ ടെൻഷൻ, അതോടുകൂടി ആ ചാപ്റ്റർ തീർന്നു. സപ്പോസ് ഒരാൾ ഒരു 80 to 90 ഇയേഴ്സ് ജീവിച്ചിരുന്നാൽ എങ്ങനെ ജീവിക്കും? പേര് ഞാൻ പറയത്തില്ല. ചില കൊട്ടാരക്കരയിലൊക്കെ ചില ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. പേര് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്കറിയില്ല, ലീഗൽ ഇഷ്യൂലുണ്ട്. എത്ര അപ്പനും അമ്മമാരവിടെ പോയി താമസിക്കുന്നത്? എന്തുകൊണ്ടാണ്? കൊട്ടാരക്കര പറയുന്നത് വെച്ചാൽ ഞാനത് എപ്പോഴും പേപ്പറിൽ കാണാറുണ്ട്. നമ്മുടെ ലുലുവിൻ്റെ ഓണറൊക്കെ നല്ല എമൗണ്ട് 15 കോടി 20 കോടി കൊടുത്ത് ബിൽഡിംഗ് പണിത് കൊടുത്തു. 1000 പേരോളം അവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ പോയിട്ടില്ല. കേരളത്തിലാണ് ഈ പ്രശ്നം. എന്തുകൊണ്ടാണ്? ആ ജോലി കിട്ടിയ സമയത്ത് സമ്പാദിക്കാതെ മക്കൾ നോക്കുന്നില്ല കോൺസെപ്റ്റിൽ അവിടെ പോയി പൈസ ഉണ്ടായിട്ട് സമ്പാദിക്കുന്നവരുണ്ട്. മുഴുവൻ സ്വത്തും മക്കൾക്ക് എഴുതി കൊടുത്തിട്ട് ഇതൊക്കെ ഒരു ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ, റിയൽ ഫൈനാൻഷ്യൽ സർവീസിന് ഇതൊന്നും സംഭവിക്കില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ മക്കൾക്ക് സ്വത്ത് എഴുതി കൊടുക്കുന്നതിന് എന്ത് ചെയ്യണം? മക്കൾക്ക് സ്വത്ത് എഴുതി കൊടുക്കുന്ന കുഴപ്പമൊന്നും, അതിനകത്തൊരു പോയിന്റ് വെക്കുക, എൻ്റെ കാലശേഷം. അപ്പോൾ ഇറക്കി വിടത്തില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ നമ്മളോട് ഉണ്ടായിരിക്കണം. കൂടെ ഒരു സുഹൃത്തിനെ പോലെ ഒരു ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡറിനെ കൊണ്ടു നടക്കുക, അദ്ദേഹത്തിനെ വീട്ടിൽ വരാനുള്ള സ്വാതന്ത്ര്യമുള്ള രീതിയിലാക്കുക. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാനൊന്ന് പറഞ്ഞൊരു ക്ലയൻറ്റ് തിരുക്കൊച്ചിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെക്കുറിച്ച് സ്റ്റഡി ചെയ്യും അല്ലേ? എനിക്ക് എത്ര ഇൻകം ഉണ്ട്, എന്തൊക്കെയാണ് എൻ്റെ എക്സ്പെൻഡിച്ചർ, എൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു പ്രോപ്പർ എനിക്കൊരു അഡ്വൈസ് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സജഷൻസ് തരുമായിരിക്കാം അല്ലേ? ഒരു സജഷൻസ് നമ്മൾ എഴുതി നിങ്ങൾക്ക് തരും. ഇതാണ് എൻ്റെ വ്യൂ. മാഡത്തിൻ്റെ ഏജ്, മാഡത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, മാഡത്തിൻ്റെ ഇൻകം, എക്സ്പെൻഡിച്ചർ എല്ലാം നോക്കിയിട്ട് ചിലർക്ക് ചിലപ്പോൾ ഇൻകത്തിനെക്കാളും കൂടുതൽ എക്സ്പെൻസ് ആയിരിക്കും. അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ ആദ്യം പറഞ്ഞൊരു ഇമ്മ്യൂണൈസേഷൻ ടെസ്റ്റ് ഉണ്ട്. ബ്ലഡ് എടുത്തുള്ള ടെസ്റ്റ് അല്ല, ഫൈനാൻഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ടെസ്റ്റാണ്. തിരുക്കൊച്ചിയിൽ ഒരു ഇമ്മ്യൂണൈസേഷൻ ടെസ്റ്റ് ഉണ്ട്. ഫൈനാൻഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ടെസ്റ്റ് ആണ്. സാധാരണ നമ്മൾ പോയി വർഷത്തൊരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യല്ലേ, BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ബേസിക്. അതുപോലെ തിരുക്കൊച്ചിയിൽ ആദ്യം ആര് വന്നാലും ഞാൻ ആ ടെസ്റ്റ് നടത്തും. ഇമ്മ്യൂണൈസേഷൻ ടെസ്റ്റ്, ഫൈനാൻഷ്യൽ ഇമ്മ്യൂണൈസേഷൻ ടെസ്റ്റ് അതിന്റെ സ്വന്തം ടെസ്റ്റ് കേട്ടോ, അത് വെളിയിലൊന്നും ഉള്ളതല്ല. അതിന് പറഞ്ഞ MDCN എന്നാണ്. അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം, ഇനഫ് മെഡിക്കൽ ഇൻഷുറൻസ്.
അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോഴും ഞാൻ പറയും ഒരു 5 ലക്ഷം ഒന്നും 10 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം ഒന്നും എടുത്തോളുക. അപ്പം നമ്മുടെ അടുക്ക് വരുന്ന ഒരു ക്ലയൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നത് കുറച്ചുകൂടെ റിച്ച് ആയിരിക്കും. അപ്പം നമ്മളവരോട് പറഞ്ഞു കൊടുക്കും ഈ കോ പേയ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡിഡക്റ്റഡ് ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ 1 ലക്ഷം വേണ്ട. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം 1/3 കുറയും. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ 10 ലക്ഷം രൂപ ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 1 ലക്ഷം തരത്തില്ല, ബാക്കി 9 ലക്ഷം തരും. അപ്പം നമ്മൾ അടയ്ക്കേണ്ട പ്രീമിയം 1/3 കുറയും. അപ്പം അങ്ങനെ എടുക്കാൻ നമ്മൾ പറയും. വെറുതെ പോയി 10, 40, 50,000 രൂപ കൊടുക്കുന്നതിന് പകരം ഫസ്റ്റ് 1 ലാക്ക് വേണ്ട എന്നുള്ള രീതിയിൽ എടുക്കാൻ ഞാൻ പറയാറുണ്ട്. കാരണം വെച്ചാൽ ഫ്യൂച്ചറിൽ പ്രീമിയം ഭയങ്കരമായിട്ട് കൂടും. 2 ടേം ഇൻഷുറൻസ്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡ് മാത്രം ഏണിംഗ് മെമ്പർ ആണെങ്കിൽ, പിന്നെ ഫാദറും മദറും ഒക്കെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലമാണ് എപ്പോൾ വേണേലും പോകാം. അപ്പോൾ അവർ ഫാമിലി സേഫ് ആകാൻ വേണ്ടി ആനുവൽ ഇൻകത്തിൻ്റെ 20 ടൈംസ് എടുക്കണം. ഒരാളുടെ ഇൻകം 10 ലക്ഷം രൂപ ആണെങ്കിൽ അതിൻ്റെ 20 ടൈംസ് ലൈഫ് ഇൻഷുറൻസ് കവർ എടുക്കുക. പ്രീമിയം വളരെ ചീപ്പായിരിക്കും. ഒരു 30 വയസ്സുള്ളവരുടെ പ്രീമിയം 1 കോടി രൂപയ്ക്കൊക്കെ 10-15,000 രൂപ വരുള്ളൂ. സെയിം പ്രീമിയം ആയിരിക്കും ലൈഫ് ലോങ്. സെയിം പ്രീമിയം 85 വയസ്സ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഓഫീസിൽ ഇന്നലെ ഒരു എൻക്വയറി വന്നത് 39 വയസ്സ് 18,000 രൂപയുള്ള പ്രീമിയം 1 crore. ആ പയ്യൻ എന്ത് പറ്റിയാലും എനി ടൈം, ഈവൻ someone is suicide after 1 year, he will get 1 crore. ആക്സിഡന്റ് ആണ് നോർമലി, സൂയിസൈഡ് ചെയ്താൽ പോലും ആഫ്റ്റർ 1 ഇയർ കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ സാർ, ഇപ്പം നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പല സെക്ടേഴ്സ് ഉണ്ട്. ഇതിലെ ഏതാണ് തിരുക്കൊച്ചിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? എല്ലാ കമ്പനികളും. അതാണ് ഞങ്ങളുടെ അഡ്വാൻറ്റേജ്. ഇപ്പം ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് 12 കമ്പനികളുണ്ട്, 13 കമ്പനിയുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾക്കറിയാതാണ്. ഒരാളൊരു സാധനം ചീപ്പായിട്ട് തന്നു കഴിഞ്ഞാൽ അത് എടുക്കുക എന്നുള്ളതാണ് മലയാളികളുടെ ഏറ്റവും ഇൻട്രസ്റ്റ്. ആ സാധനത്തിൽ ക്ലെയിം കിട്ടുകയില്ല, അത്രേ ഉള്ളൂ. ഏതെങ്കിലും സാധനം നിങ്ങൾക്ക് ചീപ്പായിട്ട് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ക്ലെയിം നാളെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് റിലയബിൾ ആയിട്ടുള്ള ക്ലെയിം സെറ്റിൽമെന്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ പറയും അത് കുറച്ച് പ്രീമിയം കൂടുതലായിരിക്കും. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസിന് പ്രീമിയം മാറിക്കൊണ്ടിരിക്കും. ഓരോ 5 ടേം ഇൻഷുറൻസ് മാറത്തില്ല, സെയിം പ്രീമിയം ആയിരിക്കും. പിന്നെ സി എന്ന് പറയുന്ന ക്യാൻസർ കെയർ പോളിസി. ഗൂഗിളിലോ ChatGPTയിലോ ജെമിനിയോടെ പോയി ചോദിക്കുക ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. ഇവിടെ ഒറ്റ നമ്മൾ കൊച്ചിയിൽ 1-2 ഫാക്ടറികളല്ലേ ഉള്ളൂ. കേരളത്തിൽ വേറെ എവിടെയും ഫാക്ടറികളൊന്നും ഇല്ല. അപ്പോൾ പൊല്യൂഷൻ്റെ പ്രശ്നമൊന്നുമല്ല, ഭക്ഷണം കഴിക്കുന്നൊരു പ്രശ്നമാണ് എന്നാണ് റിസർച്ച് ചെയ്ത ആൾക്കാർ പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള കേരളത്തിൽ. നമ്മൾ ക്യാൻസർ കെയർ പോളിസി എടുക്കുക. ഈ ഹെൽത്ത് ഇൻഷുറൻസ് നിലവിൽ ഉള്ള ഒരു ആള് എന്തിനായിരിക്കും ഈ ക്യാൻസർ കെയർ പോളിസിയും എടുക്കേണ്ട ആവശ്യം? ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആൾക്ക് ക്യാൻസർ കെയർ പോളിസി എന്ന് പറയുന്നത് ഹെൽത്തിലെ ട്രീറ്റ്മെന്റ് മാത്രമേ കിട്ടുകയുള്ളൂ. ഫൈനാൻസ് ഇവിടെ സാധാരണ കേരള മലയാളി എടുക്കുന്ന 5 ലക്ഷം രൂപയാണ് മെഡിക്കൽ ഇൻഷുറൻസ്. ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് 30, 40, 50 ലക്ഷം രൂപയാണ്. അപ്പോൾ ക്യാൻസർ പോളിസി എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാതിരിക്കട്ടെ, ആർക്കും വരാതിരിക്കട്ടെ, നമ്മളങ്ങനെ പറഞ്ഞാൽ നമ്മൾ വരാൻ വേണ്ടി പറയുന്നതല്ല, ഡിറ്റക്ട് ചെയ്താൽ നമുക്ക് ഇമ്മീഡിയറ്റ് മൈനർ ക്യാൻസറാണ് 50%, മേജർ ക്യാൻസറിന് 100% പേയ്മെന്റ് നമുക്ക് തരും. ഫുൾ ക്യാഷ് തരും. അപ്പോൾ തന്നെ സെറ്റിൽമെന്റ്. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റിന് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ട്രീറ്റ്മെന്റ് മറ്റേ യൂസ് ചെയ്യാം. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ അപ് ടു ആ ലിമിറ്റ് ട്രീറ്റ് ചെയ്യാം. ഇത് ക്യാഷ് ആയിട്ട് നമുക്ക് തരും. ചെറിയ പ്രീമിയം ഉള്ളതേ. നമ്മൾ ചെയ്യുന്ന ഗൂഗിൾ പേയിൽ വഴി ചെയ്യുന്ന ഗൂഗിൾ പേ ക്യാൻസൽ ചെയ്താൽ തന്നെ എല്ലാ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റും ചെയ്യാൻ പറ്റും. ഈ ഗൂഗിൾ പേ ആണ് പ്രശ്നം എല്ലാവർക്കും. അതെന്തുകൊണ്ടാ സാർ അങ്ങനെ പറയണേ? എല്ലാവരും ഇപ്പോൾ ഒരു ദിവസം ചായ കുടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 25 വയസ്സുള്ള ഒരു എംപ്ലോയി ഒരു ദിവസം 3-4 ചായ കുടിക്കും, 60 രൂപ. അപ്പോൾ ഒരു മാസം എത്രയായി? 1,800 രൂപ. 1,800 രൂപ വെച്ച് 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ 1 കോടി രൂപ കിട്ടും. 8%, 9% പലിശ വെച്ച്. അത് മ്യൂച്വൽ ഫണ്ട്സിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. വെറും ബാങ്കിൽ RDO, പോസ്റ്റ് ഓഫീസ് RD തുടങ്ങിയാൽ മതി. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് ഒരു 12 to 15% കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അതിന് വേരിയേഷൻ വരും. അപ്പൊ ചിലർക്ക് അത് പറയുമ്പോൾ നമുക്ക് റിസ്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോസ്റ്റ് ഓഫീസിൽ തന്നെ ഇട്ടാൽ മതി, ചായ കുടി നിർത്തിയാൽ മതി. ഈ ചായ കുടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ടാണ്. കാരണം മറ്റേ 13 രൂപ എടുക്കാൻ ചേഞ്ച് ഇല്ലാത്തൊരു ചായ കുടിക്കത്തില്ല. ഇപ്പൊ ചായ കുടി നിർക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് കോടീശ്വരനാകാം. ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനസ്സിലാകാതെ കാര്യം, നമ്മൾ ഈ ചെലവാക്കുന്ന പൈസ ഡെയിലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ ഇറ്റ്സ് എ ഹ്യൂജ്.
നമ്മളതാ കയ്യിൽ നിന്ന് ഒരു 10 രൂപ 20 രൂപ പോകുമ്പോൾ 10 ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ആ 10 തവണ കൂടുമ്പോൾ അത് എത്ര വലിയൊരു എമൗണ്ട് ആവും. ഞാൻ ഈയിടെ കറണ്ടിൽ ഒരു സ്ഥലത്ത് പോയി ക്ലാസ് എടുത്തത്, ലോട്ടറി എടുത്തും കോടീശ്വരനാകാം, ലോട്ടറി എടുത്താൽ കോടീശ്വരനാകാൻ ഓപ്ഷൻ ഞാൻ പറഞ്ഞു കൊടുത്തു അവർക്ക്. കാരണം വെച്ചാൽ ലോട്ടറി എടുക്കുന്നത് 6 ലോട്ടറിയും 12 ലോട്ടറി എടുക്കുന്നത്, അല്ല ഒരു ലോട്ടറി അല്ലേ എടുക്കുന്നത്. പക്ഷെ അവർക്ക് ഇപ്പോഴും അറിയത്തില്ല ആ സെഗ്മെന്റ് സീരിയൽ ഒരു ലോട്ടറിക്ക് ഒരു ഫസ്റ്റ് പ്രൈസ് ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ലോട്ടറി എടുക്കുക, ബാക്കിയുള്ള പൈസ ആർ ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ 30 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾ കോടീശ്വരനാവും. ഒന്നീ ലോട്ടറി അടിച്ച് കോടീശ്വരനാവും, അല്ലെങ്കിൽ ആർ ഡി കൂടെ കോടീശ്വരനാവും. അതുപോലും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ സേവിങ് മെന്റാലിറ്റി വരണമെന്നുണ്ട് 2-3 കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധമായും മലയാളികൾ പഠിച്ചിരിക്കുക. ഒന്നിങ് സേവിങ് മെന്റാലിറ്റി ഉള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുക, ചെലവാക്കാത്ത കൂട്ടുകൂടാ. സേവിങ് മെന്റാലിറ്റി കൂട്ടുകൂടുക. ഞാൻ സേവ് ചെയ്യുന്നുള്ള മെന്റാലിറ്റി മനസ്സിൽ കൊണ്ടുവരിക. 30% എന്ത് വന്നാലും സേവ് ചെയ്യുന്ന എടുക്കുക. എനിക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. റിട്ടയർമെന്റ് പ്ലാനിങ് മാത്രം. അതായത് നമ്മൾ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, കിട്ടുന്ന ശമ്പളത്തിന്റെ ആഫ്റ്റർ ടാക്സ് 10% റിട്ടയർമെന്റ് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ഗോ ആൻഡ് സ്ട്രേറ്റ് ഇൻവെസ്റ്റ് ഇൻ NPS. 1 ലക്ഷം രൂപ ഇൻകം ഉണ്ടെങ്കിൽ എല്ലാ മാസവും 10,000 രൂപ NPS ഇടുക. സുഖമായിട്ട് അടിച്ചു പൊളിച്ച് നടന്നത്. ബാക്കിയുള്ളത് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് ഇടുക, ഗോൾഡിലിടുക, സിൽവറിലിടുക, ഇങ്ങനെ പല പല സെഗ്മെന്റിലിടുക, റിയൽ എസ്റ്റേറ്റ് ഇടുക. ഇപ്പം മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റിൽ. എന്തിനാ അങ്ങനെ ഇടുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ എനിക്കും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ റിയൽ എസ്റ്റേറ്റിൽ ഫസ്റ്റ് ഹൗസ് നിർബന്ധമായും നമ്മൾ വാങ്ങിച്ചിരിക്കണം. ചില സോഷ്യൽ മീഡിയയിൽ നമുക്ക് പോസ്റ്റുകളിൽ കാണാൻ പറ്റും, റെന്റിന് താമസിച്ചാൽ മതി, അത് മ്യൂച്വൽ ഫണ്ട് ഇട്ടോ കോടീശ്വരനാകാമെന്ന്. ലോകം മണ്ടത്തരങ്ങളാണ്. നമ്മളെന്തിനാ ജീവിക്കുന്നത്? നമുക്ക് സ്വന്തമായിട്ട് വീട് വേണ്ടേ? ലക്ഷറി വീട്ടിലേക്ക് പോകാൻ നമ്മുടെ ഇൻകത്തിനനുസരിച്ച് 30% EMI നിൽക്കുന്ന രീതിയിലുള്ള വീട് എടുക്കുക. ശമ്പളം കൊണ്ടാണ് അടുത്ത വീട് മേടിക്കാവുന്നേ. അങ്ങനെ അത് ചെയ്യുക. 30%. ഈ 30% എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരുടെ ഒരു പ്രശ്നമാണ്. എത്ര പെർസെൻറ്റേജ് ഞാൻ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എതർ ഇൻ ഷെയർ ഓർ മ്യൂച്വൽ ഫണ്ട്സ്. അപ്പോൾ അതിന് സംഭവത്തിലുള്ള ഏജ് -100 എന്നുള്ള ഒരു ഫോർമുല ഉണ്ട്. അതായത് എൻ്റെ ഏജ് ഇപ്പം 50 വയസ്സാണ്. 100 മൈനസ് ചെയ്ത് 50% നമുക്ക് ഇക്വിറ്റിയിൽ ഇടുക. അടുത്ത വർഷം 49 കുറയ്ക്കുക, അടുത്ത വർഷം 48 കുറയ്ക്കുക. റിസ്ക് ഗവൺമെന്റ് അങ്ങനെ തന്നെ ചെയ്തോണ്ട്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സിൽ പുതിയ പ്രൊഡക്റ്റ് വരുന്നുണ്ട്, ലൈഫ് സൈക്കിൾ ഫണ്ട്. അതായത് 25 വയസ്സുള്ളവരുടെ 80% പൈസ ഇക്വിറ്റിയിലായിരിക്കും. മ്യൂച്വൽ ഫണ്ട്സ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പുതിയതായിട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരും. അത് നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മൾ ആ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് റിസ്ക് കുറച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം നമുക്ക് റിസ്ക് ഒന്നും എടുക്കാമെന്ന് പറഞ്ഞാൽ 60 വയസ്സ് വരെയൊക്കെ റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ അതൊരു വെൽത്തി പേഴ്സൺ ആയിരിക്കണം. ഈ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പെട്ടെന്ന് കുറച്ച് പൈസ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മിക്കവരും ഇപ്പൊ ചെയ്യുന്നത് കാണുന്നതാണ് ഷെയറിൽ കൊണ്ട് പൈസ ഇടുക. ഷെയറിലല്ലേ? ക്രിപ്റ്റോ. ഇങ്ങനെ പല താരങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ? അതിനകത്തുള്ള ആക്ച്വലി യങ്സ്റ്റേഴ്സ് ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്രിപ്റ്റോയിലിടും. പിന്നെ ഈ പറഞ്ഞ ഷെയറിലല്ല, F&O എന്ന് പറയും, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. ഇന്ത്യയിൽ നിർമ്മല സീതാരാമൻ, അവർ ഫൈനാൻസ് മിനിസ്റ്റർ, കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത് 98% ആൾക്കാർക്കും പൈസ കിട്ടുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കൂട്ടി. നിങ്ങൾ ചെയ്യരുത് എന്ന് ആരാ പറയുന്നത്? ഇന്ത്യൻ ഫൈനാൻസ് മിനിസ്റ്റർ പറയാണ്. എന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ തമാശയായിട്ട് പറഞ്ഞു, അതിനെക്കാട്ടും നല്ലത് നമ്മൾ വേണമെങ്കിൽ 2 പെഗ് അടിക്കുന്ന ഒരു കിക്ക് കിട്ടും. ഈ പൈസ മുഴുവൻ പോകും. ഇന്ന് വരെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ ക്രിപ്റ്റോയിലൂടെയും പൈസ ഉണ്ടാക്കുന്നത്? ക്രിപ്റ്റോയിലൊക്കെ ആരോ 1-2 പേർക്ക് കിട്ടിയെന്ന് പറയുന്നുള്ളൂ. ഇപ്പൊ ക്രിപ്റ്റോ എവിടെ? ക്രിപ്റ്റോയ്ക്ക് ടാക്സ് വരെ ഗവൺമെന്റ് കൂട്ടി വെച്ചിരിക്കുകയാണ്. അതിനൊന്നും ഓതറൈസ്ഡ് ആയിട്ട് റിസർവ് ബാങ്ക് പോലും അപ്രൂവ് ചെയ്തിട്ടില്ല. തിരുക്കൊച്ചിയിൽ ക്രിപ്റ്റോ ഇല്ല, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും ഇല്ല. അത് ആദ്യം എൻ്റെ പല വീഡിയോകളിൽ ഞാൻ പറയുന്നുണ്ട്. ഞങ്ങൾ ചെയ്യാത്ത 2 കാര്യം, ക്രിപ്റ്റോ ഞങ്ങൾക്കില്ല, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഞങ്ങൾ ചെയ്യത്തില്ല. അത് നിങ്ങൾ ചെയ്യില്ല? ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കുള്ളൂ. അത് ഈ പറയുന്ന പോലെ ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണോ തിരുക്കൊച്ചി? ഗ്യാരണ്ടി ഇല്ലായിട്ടല്ല, ഒരിക്കലും അവർക്ക് പൈസ കിട്ടിയിട്ടില്ല. 2% ആളുകൾ കിട്ടിയില്ല. അത് വലിയ വലിയ കമ്പനികൾക്കാണ് കിട്ടുന്നത്. ഒരു മലയാളിക്കും കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല. ഞാൻ എഴുതി വെച്ച് തരാം. കിട്ടിയ ആളെൻ്റെ അടുത്ത് വരാൻ പറ. കിട്ടിയ കാര്യം പറയും, പോയ കാര്യം പറയല്ലോ. എനിക്കറിയാമല്ലോ എത്ര ലക്ഷങ്ങൾ കോടികൾ പോയ ക്ലയൻസ് എനിക്കറിയാമല്ലോ. ഇതൊരു ഹരമാണ്. ഈ ആൾക്ക് അറിയില്ല, ചെയ്യുന്ന ആൾക്കൊരു ഹരമാണ്. രാവിലെ എണ്ണിച്ച് ഈ മൊബൈലില് അത് അങ്ങനെയാണ്. അതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ലാണ്. ചെയ്യരുതെന്നാണ്. വേറെ എന്ത് ചെയ്താലും ഇത് ചെയ്യരുത്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞതല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള. അതിനുവേണ്ടി അവർ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ല നോളജും അറിവും കഴിവും അതിനുവേണ്ടി മാത്രം ഇരുന്ന് ചെയ്യാമെങ്കിൽ ചിലപ്പം കിട്ടുമായിരിക്കും കേട്ടോ. 1% ആൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കത് ഇതെന്നെ സംഭവിച്ചാൽ മനുഷ്യന് എന്നാ പറയുക, അത്യാഗ്രഹമാണ്.
പെട്ടെന്ന് കോടീശ്വരൻ. ആരും പെട്ടെന്ന് കോടീശ്വരനാകില്ല. 20 വർഷം എടുക്കും ഒരാൾ കോടീശ്വരനായ മിനിമം. അല്ലെങ്കിൽ അപ്പനും അമ്മയും കോടീശ്വരനായിരിക്കണം. സ്വന്തമായിട്ട് കോടീശ്വരനാണ് മിനിമം 20 to 25 years ആവും. അത് ഡിസിപ്ലിൻ വേണം ലൈഫിൽ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലക്ഷറി വണ്ടി ഓടുന്ന ഇവിടെ ഒമാനിലേക്കാട്ടിലും കൂടുതൽ ബെൻസ് കാറുള്ളത് കേരളത്തിലാണ്. അത് മുഴുവൻ EMI ഓടുന്നതാണ്. കാരണം ലക്ഷറി എന്ന് പറയുന്നതിന് ഒരു നിയമമുണ്ട്. അതായത് ഞങ്ങൾ പറയുന്ന ലക്ഷറി എന്ന് പറയുന്നത് 10% ഫൈനാൻഷ്യൽ അസറ്റിന്റെ മാത്രം ലക്ഷറി കാണിക്കാൻ പാടുള്ളൂ. അതായത് 1 കോടി രൂപ ഉണ്ടെങ്കിൽ 10 ലക്ഷത്തിന് വണ്ടി മേടിക്കാൻ പാടുള്ളൂ. ഇവിടെ 10 ലക്ഷം രൂപ പോലും ഇല്ലാതെ 1 കോടിയുടെ വണ്ടി മേടിക്കുന്നത്. നേരെ തിരിച്ചാ എന്ന് പറഞ്ഞ് ഞാൻ പറയാറുണ്ട്. എപ്പോഴും ഒരു 4 വീലർ നമുക്ക് വീട്ടിൽ വേണം. അത് പൈസയും ശമ്പളം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം അപ്പനമ്മയും വൈഫിനും വെളിയിൽ പോകണമെങ്കിൽ ഒരു വണ്ടി വേണം. അത് സ്വിഫ്റ്റോ ഡിസയറോ ഇങ്ങനെയുള്ള വണ്ടികൾ മേടിക്കും. ഇത് എന്തിനാ പോയി വലിയ വലിയ വണ്ടി മേടിക്കുന്നത്? ഇവിടെ നോക്കുകയാണെങ്കിൽ ആളുകൾ സ്പെൻഡ് ചെയ്യുന്ന മുഴുവൻ ഒന്ന് റിയൽ എസ്റ്റേറ്റിന് വലിയ വീട് പണിയുക, അതിന് വലിയ മോഡിഫൈ ചെയ്യുക, വലിയ വലിയ കാറുകൾ മേടിക്കുക, അത് മുഴുവൻ EMI സ്റ്റാറ്റസ് സിമ്പിൾ എന്ന് പറയും. ഇവിടെ മനസ്സിലാക്കണം, ഞങ്ങളിപ്പോൾ 25 കൊല്ലമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഏറ്റവും വലിയ കോടീശ്വരൻ്റെ ഏറ്റവും വലിയ വണ്ടി ഏതാണെന്നറിയാവോ? ഹോണ്ട സിറ്റി. ഏറ്റവും വലിയ കോടീശ്വരൻ്റെ ഏറ്റവും വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഹോണ്ട സിറ്റിക്ക് അപ്പുറം ഒരു വണ്ടി ഇല്ല അവർക്ക്. നിങ്ങൾ വിചാരിച്ചാൽ മതി ഹോണ്ട സിറ്റി പോകുന്നതെല്ലാം കോടീശ്വരന്മാരെ. കാരണം എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് അങ്ങനെ അവർ ലക്ഷറി പോകത്തില്ല, അവർക്ക് എൻ്റെ ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന മനുഷ്യര് അതെന്നാന്നറിയാം, നമ്മളെ ആരുടെ ഇപ്പം നമ്മുടെ പിള്ളേർ വന്നും ആപ്പിൾ ഫോൺ മേടിച്ചു കൊടുക്കാൻ പറയും. നമ്മൾ പറയും നീ സ്വന്തമായിട്ട് സമ്പാദിച്ച് മേടിക്കുമെന്ന് പറഞ്ഞാൽ അവൻ എത്ര കെയർഫുൾ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്വന്തം പൈസ ചെലവാക്കുമ്പോൾ അറിയാം എൻ്റെ പെയിൻ. സത്യം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ക്ലയൻസിനോട് പറയുന്നത് സ്വന്തമായിട്ട് പിള്ളേരോട് വണ്ടി മേടിക്കാൻ പറയും. പക്ഷെ സർ, ആ പറഞ്ഞ സമയത്തും ചില പ്രൊഫഷനിൽ ചില അവരുടെ ലൈഫ് സ്റ്റൈലിന് അത് ഈ ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ട് ഇത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങൾ വേണ്ടേ? നമ്മുടെ ഈ സൊസൈറ്റി അങ്ങനെയല്ലേ ആൾക്കാരെ എന്താ പറയാ വിലയിരുത്തുന്നതും ആ വണ്ടിയിൽ വന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു വെൽക്കമും കാര്യങ്ങളും അതൊക്കെ വ്യത്യാസമാണ് അല്ലേ? നമ്മൾ റീസെന്റ് കണ്ടാണ് ഒരു മലയാളിക്ക് എന്ത് സംഭവിച്ചെന്ന് കണ്ടാണല്ലോ. അതെ അതെ. അദ്ദേഹത്തിന് കാറൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പം ഞങ്ങൾ പറയും, ഇപ്പം ആളുകൾ ചോദിക്കും എന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ കോൾ വരുന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇറാൻ US ഇസ്രായേൽ വാറാണ്. അപ്പം ഞങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെയൊക്കെ 50 to 20% പൈസ പോയെന്ന് പേപ്പർ ലോസ്. അതായത് 1 ലക്ഷം രൂപ ഒരു മാസം മുമ്പ് ഇട്ടവർക്ക് ഇപ്പോൾ 80,000 രൂപയുള്ളൂ. 10 ലക്ഷം രൂപ ഇട്ടവർക്ക് 8 ലക്ഷം രൂപയുള്ളൂ. 1 കോടി ഇട്ട ആളിൻ്റെ ഉണ്ട് 80 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ പോയി. മാഡം ചോദിച്ച ക്വസ്റ്റ്യൻ സ്റ്റാറ്റസിന് വേണ്ടി വേണമെന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാവുള്ളൂ, ഈ വണ്ടി മേടിച്ചത് കൊണ്ട് ഈ പുള്ളിക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങളിപ്പോൾ എന്നെ വിളിച്ച ക്ലയൻസിനോട് ഞാൻ പറഞ്ഞു, സാറിന് സ്ലീപ്പിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു കുഴപ്പമില്ല, സാർ ഉറങ്ങിക്കൂ, അത് മേളിൽ പൊക്കോളൂ. ഈ പുള്ളി പറയുന്ന ഓടിയും ഇങ്ങനെയുള്ള വണ്ടി മേടിച്ച് രാത്രിയിൽ മേളിലോട്ട് നോക്കി ഉറക്കമില്ലെങ്കിൽ എന്ത് സ്റ്റാറ്റസ്? എന്താണ് നമുക്ക് ആവശ്യം? അൾട്ടിമേറ്റ് എന്താണ് നമ്മുടെ ആവശ്യം? സ്ലീപ്പ്. പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, യു ആർ ഹാപ്പിയസ്റ്റ് മാൻ. അല്ലാതെ വെളിയിൽ പോയിട്ട് ഞാൻ ഓടി കാണിച്ച് ബസ്സിൽ അടിച്ചിട്ട് EMI അടയ്ക്കാൻ അടുത്ത മാസം പൈസ ഇല്ലെങ്കിൽ എന്നെ ചെയ്യും? അപ്പം മലയാളികളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ, ആവശ്യം അറിഞ്ഞ് ചിലവാക്കുക. ഇപ്പം ഗൾഫിലെ നേഴ്സുമാർ, എൻ്റെ ഫാമിലി 7-8 നേഴ്സുമാരുണ്ട്. ബിക്കോസ് ഐ ആം ഫ്രം കോട്ടയം വരെ. ആ കോട്ടയം മുഴുവൻ പത്തനംതിട്ട മുഴുവൻ നേഴ്സുമാരുണ്ടല്ലോ, മാഡത്തിന് അറിയാമല്ലോ. അപ്പം അവർ അവിടെ പോയിട്ട് എന്താ അവിടെ ചെയ്യുന്നത്? അവിടെ പോയി അവിടെ നിന്ന് ലോൺ എടുക്കും, ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം മേടിക്കും, ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ വീട് പണിയും, എന്നിട്ട് 20 വർഷം EMI അടയും. തിരിച്ചു വരും. ഗൾഫിൽ അവിടെ സ്റ്റേ ബാക്കില്ലല്ലോ, തിരിച്ചു വരുമ്പോൾ അവരെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ NRIs ആണെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മളത് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണല്ലേ. ഇവിടെ നിന്ന് പോകുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ഡ്രീം നമ്മുടെ നാട്ടുകാർ പറയുന്ന തരത്തിൽ എല്ലാവരുടെയും മുമ്പിൽ നല്ല ഗമയ്ക്ക് നിൽക്കാൻ പറ്റുന്നിടത്ത് വലിയൊരു വീട് അങ്ങ് ഉണ്ടാക്കി വെക്കുക. ഇന്നിപ്പോ നമ്മൾ ഈ പറഞ്ഞ ഏരിയയിൽ തന്നെ എത്രയോ വീടുകൾ കാലിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അല്ലേ. ശരിക്കും ഈ NRIക്കാർ പുറത്തു പോയി നിന്ന് അവര് ഡേ നൈറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അവർ കറക്റ്റായിട്ട് എങ്ങനെയാ പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? അവർ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സിൽവർ, ഗോൾഡ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. റിയൽ എസ്റ്റേറ്റ് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അവർ പറ്റിയ സ്ഥലത്തൊരു ഫ്ലോട്ട് കിട്ടിയാൽ, സ്വന്തമായിട്ട് സ്ഥലം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊരു സ്ഥലം കിട്ടിയാൽ അത് മേടിച്ച് വെക്കുക, തിരിച്ചു വരുമ്പോൾ പണി ചെയ്യുക. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ചില വീടിൻ്റെ ലൈറ്റിന് തന്നെ 10-25 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്, ഒറ്റ ദിവസത്തേക്കാണ്. അത് പിന്നെ ജീവിതത്തിൽ ഇല്ല. കാരണം ഈ NRI പോയിട്ട് തിരിച്ചു വരുന്ന എന്നാ അടുത്ത 365 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിനകത്ത് NRIയുടെ ചില റൂൾസ് ഉണ്ട്. ഒരു NRIക്ക് 182 ദിവസം കൂടുതൽ ഇന്ത്യയിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ സ്റ്റാറ്റസ് പോകും. 15 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഇങ്ങോ ഉണ്ടെങ്കിൽ 120 ദിവസം നിൽക്കാൻ പാടുള്ളൂ, സ്റ്റാറ്റസ് പോകും. അപ്പോൾ നിൽക്കാനും പറ്റിയല്ല.
പിന്നെ എന്തിനിങ്ങനെ പണിയുന്നേ? ഞാൻ പറയല്ലേ, ഇതൊരു സ്റ്റാറ്റസിന്റെ സിമ്പിളായിട്ട് എന്നെ ഇത് മുഴുവൻ കേൾക്കുന്നവരെല്ലാം ചീത്ത വിളിക്കായിരിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ സത്യമായി മനസ്സിലാക്കുക. പ്രാക്ടിക്കലി ഗൾഫിൽ പോകുന്ന എല്ലാ മലയാളിയും, പ്രത്യേകിച്ച് ഫീമെയിൽ നേഴ്സ്, അവരോട് ഞാൻ പറയാം, എൻ്റെ സിസ്റ്റേഴ്സിനോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ തിരിച്ചു വരും. ഇപ്പം അവർ വേറെ സ്ഥലത്തായതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഗൾഫിലുള്ള ഫീമെയിൽ നേഴ്സുമാർ അവർ കിട്ടുന്ന 10% പൈസ നേരിട്ട് NBSലോ മ്യൂച്വൽ ഫണ്ട്സിലോ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിൽ നിർബന്ധം ഫ്രം ദ ഡേ വൺ ഹാസ് ടു ഇൻവെസ്റ്റ്. തിരിച്ചു വരുമ്പോൾ നല്ലൊരു കോർപ്പസ് എമൗണ്ട് ഹാപ്പി ആയിട്ട് റിട്ടയർമെന്റ് നമുക്ക് 2 വീട് പണിയാം. അതെ, റിട്ടയർമെന്റ് ലൈഫ് നമുക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഈ പുറത്തുള്ളവർ ഇതുപോലത്തെ നാട്ടിൽ ഇതുപോലെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വെക്കുന്നുണ്ട്, പ്ലോട്ട് ആയിക്കോട്ടെ, പല രീതിയിലും. ഇനി അത് അവർ വിൽക്കേണ്ട ഒരു പ്രോസസ്സ് വരുവാണെങ്കിൽ, അതില്ലെങ്കിൽ ഇതിനകത്തുള്ള ടാക്സും കാര്യങ്ങളും അതിന്റെയൊക്കെ ഒരു രീതി എങ്ങനെയാണ്? ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കാണും, നമ്മൾ പറഞ്ഞില്ലേ, പത്തനംതിട്ട ഇങ്ങനെയുള്ള സ്ഥലത്തിൽ ഗ്രാൻഡ് പേരൻസ് സ്ഥലമൊക്കെ വിറ്റിട്ട് US UK ഉള്ളവർക്ക് കൊണ്ടുപോകണം. ഇന്ത്യയിലെ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ 4 രീതിയിൽ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിറ്റ പ്രോപ്പർട്ടിയുടെ ടാക്സിന് എത്ര ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ നോക്കുക. വാങ്ങിച്ച വില, വിറ്റ വില, അതാണ് ഡിഫറൻസ്. 12.5% ടാക്സ് കൊടുക്കുക. സിമ്പിൾ. ബാക്കി മുഴുവൻ നമുക്ക് കൈ കിട്ടും, ഒരു ടാക്സും കൊടുക്കണ്ട. NRI ആണത് കൊണ്ടുവന്നതിന് കുറച്ച് മെത്തേഡ്സുകളൊക്കെ ഉണ്ട്. 2.5 ലക്ഷം USD വരെ അവർ പൈസ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ടാക്സ് ഉണ്ടെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ബോണ്ട് ഉണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 5.25% ഇൻട്രസ്റ്റ് കിട്ടും. അതിന് ലിമിറ്റ് ഉണ്ട്, മാക്സിമം 50 lakhs വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റയർ പൈസ ഈ നാഷണലൈസ് ബാങ്കിൽ ഒരു FD ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ FD എന്ന് പറഞ്ഞ്, അതിലിടാം. അപ്പം അതിന് നിയമം പറയുന്നത് അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ ഞാൻ എഴുതി കൊടുക്കുകയാണ്, അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ ഞാൻ വീട് മേടിക്കും. അതുകൊണ്ടാണ് ഈ പൈസ വിട്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഉടനെ മേടിക്കാൻ പറ്റിയല്ലോ, കണ്ടുപിടിക്കണമല്ലോ. അതിനൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ്, 3 കൊല്ലത്തിനുള്ളിൽ ഞാൻ വീട് മേടിക്കുന്നു, അവിടെ വെക്കാം. മേടിച്ചില്ല പെനാൽറ്റി ഉൾപ്പെടെ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഒന്നിൽ വേറൊരു വീട് ഇമ്മീഡിയറ്റ് മേടിക്കുക, അല്ലെങ്കിൽ FDയിൽ വെക്കുക, 50 ലക്ഷം രൂപ 12.5% ടാക്സ് കൊടുക്കും. ഈ 3 ഓപ്ഷനേ ഉള്ളൂ. പിന്നെ USലും UK ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള കൺട്രി ഞാൻ പഠിച്ചിട്ടില്ല. ഇവിടുന്ന് ഈ പൈസ പോയി കഴിഞ്ഞാൽ അവിടെയും ടാക്സ് കൊടുക്കണം. 40% 50% ടാക്സ് കൊടുക്കണം. കാരണം വെച്ചാൽ പാരമ്പര്യ സ്വത്ത് എന്ന് പറയല്ലേ, അതിന് അവിടെ ടാക്സ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ചില പല ക്ലയൻസിനും ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ USലും UKലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കിവിടെ ഫാമിലി ട്രസ്റ്റ് രൂപീകരിക്കാം. വലിയ ഫാമിലി ട്രസ്റ്റ് ഉപയോഗിച്ചാൽ ഇവിടെ ട്രസ്റ്റായിട്ട് വെച്ചിട്ട് അവർ തന്നെ ബെനിഫിഷ്യറി വെച്ച് ഇവിടെ ഫണ്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ 40% സേവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 1 കോടി രൂപ ലാഭം ഉണ്ടെങ്കിൽ 12% ഇവിടെ കൊടുക്കണം, 40% അവിടെ കൊടുക്കണം, 52% പോയി. ആ 40% സേവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ അത് ട്രസ്റ്റായിട്ട് ഉപയോഗിക്കാം. അത് നമ്മൾ ചെയ്തു കൊടുക്കും. അത് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ക്ലയന്റിന് മാത്രം കേട്ടോ, അതായിട്ട് മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുക. കാരണം അവിടെ ഇപ്പൊ സിറ്റിസൺഷിപ്പോ PR ഒക്കെ എടുത്തിരിക്കുന്നവർക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അവർക്ക് ഇതുണ്ടല്ലോ, അവർ അവിടുത്തെ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറൊരു കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും കുറെ അത് ആക്ച്വലി അതൊരു ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്നത് 99% OCI കാർഡ് ഉണ്ട്. അതെ, OCI കാർഡുള്ള ആർക്കും ഇന്ത്യയിൽ എന്തും ചെയ്യാം, എന്തും ചെയ്യാം. പ്രോപ്പർട്ടി വാങ്ങിക്കാം, ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് ഇടാം, എന്തും ചെയ്യാം. ആ സിറ്റിസൺ ഇന്ത്യൻ സിറ്റിസൺ, ഡുവൽ സിറ്റിസൺഷിപ്പ്. അത് ചില ബുദ്ധിയില്ലാത്ത ആൾക്കാർ പോയിട്ട് ഈ OCI കാർഡ് എടുക്കാത്ത ആളുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇവർക്ക് ഇടാം കേട്ടോ. ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ പുതിയൊരു പ്രൊഡക്റ്റ് ഇന്ത്യ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓൺലി ഫോർ NRIs. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇൻകത്തിന് ക്യാപിറ്റൽ ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടുന്ന് പൈസ വരുന്നു, ഗിഫ്റ്റ് സിറ്റി വരുന്നു, ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എടുത്തുകൊണ്ട് പോകുന്നു. നമുക്ക് പാൻ നമ്പർ വേണ്ട, ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാൻ നമ്പർ, അത് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് USDയിലേക്കാണ്, US ഡോളർ ആയിരിക്കണം. US ഡോളർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യും, തിരിച്ചെടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ആ റുപ്പി കോസ്റ്റിൽ ഒരു 4-5% പോകും. ഓക്കെ. ഇതേപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്തിട്ടോ അല്ലെ ബിസിനസ് ചെയ്തിട്ടോ ഒക്കെ ഇരിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി അവർ റിട്ടയർഡ് ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ് ഇതെന്നൊക്കെ പറയുന്ന ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ പൈസ കൊണ്ടുപോയി ഞങ്ങൾ മാനേജ് ചെയ്യാം എന്നും പറഞ്ഞു വരുന്ന കുറേ ഏജൻസ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ആക്ച്വലി നമുക്ക് ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ അവർ ത്രൂ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണോ? നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ജെന്യുവൻ ആയിട്ട് വരുന്ന ഒന്ന് ഇൻഷുറൻസ് ഏജന്റ്, ഒന്ന് പോസ്റ്റൽ ഏജന്റ്, ഞങ്ങളെപ്പോലുള്ള മ്യൂച്വൽ ഫണ്ടും മറ്റുള്ള പ്രോഡക്റ്റ് എല്ലാവർക്കും കള്ളത്തരമൊന്നുമില്ല. ചിലപ്പോൾ അവർ തരുന്ന പ്രോഡക്ട്സ് ആ വ്യക്തിക്ക് സൂട്ടബിൾ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞങ്ങളെ ഒരു പണ്ടൊരു തമാശ പറയാനുണ്ട്. നമ്മളൊരു ഒരു വലിയൊരു MNC കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ
ട്രെയിലർ മിഡക്റ്റ് പ്രൊഡക്ട്സുകളെല്ലാം. ഇപ്പം 40 വയസ്സുള്ള എനിക്ക് 40 വയസ്സാ ഫിറ്റ്, അവിടെ ഇരിക്കുന്ന ഷർട്ട് 42 അടിയും, ആ സെയിൽസ്മാൻ അത് എനിക്ക് വിൽക്കും എന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. ഇപ്പം ഞങ്ങളെ പോലുള്ളവരൊക്കെ വന്നാൽ, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം, ഒത്തിരി പേരുണ്ട് കേരളത്തിലൊക്കെ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് മറ്റേ ടേപ്പ് വെച്ച് അളന്ന് നോക്കിയിട്ടേ തരുള്ളൂ. പക്ഷേ ഒത്തിരി പൈസ പോകുന്നുണ്ട്. ഈയിടെ റീസെൻ്റ് ആയിട്ട് കാക്കനാട് ഒരു കമ്പനി ഫ്ലോട്ട് ചെയ്തിട്ട് 400 കോടി രൂപ പോയി. ആ 400 കോടി രൂപ പോയത് സ്വന്തമായിട്ട് PMS ചെയ്യാമെന്നും 18% ഇൻട്രസ്റ്റ് ഗ്യാരണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. അതിൽ ഏറ്റവും വലിയ തമാശ എന്നറിയാവോ, അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ട്രിപ്പിൾ ഡിഗ്രി ഉള്ളവരാ. വെറും ഡിഗ്രി അല്ല, അവരുടെ ഡിഗ്രി എനിക്ക് പറയാറില്ല, അതുപോലെ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് ആണ് ഈ പൈസ അവിടെ ഇട്ട് 400 കോടി രൂപ ഇട്ട് വരും. അതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 25 lakhs ആയിരുന്നു. കൂട്ടിപ്പോയി 350 കോടിയോളം രൂപ മലയാളിയുടെ പോയി. ഞാൻ പറഞ്ഞു തമാശ, മലയാളിയെ പഠിക്കാൻ എളുപ്പമാണ്, കുറച്ച് റിട്ടേൺ കൂടുതൽ പറഞ്ഞാൽ മതി. പക്ഷെ സാർ, നമ്മളപ്പോൾ അതിനകത്ത് വരുന്ന ഈ ഏജൻസ് ഇപ്പം നമ്മളെ പറ്റിക്കുന്നവരാണോ, ഇത് ജെനുവിൻ ആയിട്ടുള്ള ഏജന്റ് ആണോ, നമ്മൾ എങ്ങനെയാണ് ഒരു കോമൺ മാൻ, ഒരു മലയാളി എങ്ങനെ അവരെ മനസ്സിലാക്കണം? അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം. ഇപ്പം നമ്മുടെ മോനെ കല്യാണം കഴിയും, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ? അതേപോലെ നമ്മൾ നമ്മുടെ ഇവൻ എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്, ഇവൻ തിരിച്ചും മറിച്ചും പറയുന്ന ഒരേ സാധനമാണ് ചെക്ക് ചെയ്യുക. ഏറ്റവും ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയുന്നത്, ജോൺസിയെ ടെസ്റ്റ് ചെയ്യുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പലതിനെ കുറിച്ചും ചോദിക്കുക. ജോൺസി എൻ്റെ സ്ഥലം വിറ്റ എന്നാ ടാക്സ്, എനിക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഏറ്റവും വലിയ ഓപ്ഷൻ എന്താണ്, അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഞാൻ ജെന്യുവിനാ. തിരിച്ചും മറിച്ചും വന്ന് ഒരേ പ്രൊഡക്റ്റ് വിൽക്കുന്നവരുണ്ട്, അത് അവൻ്റെ ഒരു ഇതിനു വേണ്ടി മാത്രം വിൽക്കും. ഏറ്റവും ഫണ്ണിയസ്റ്റ് തിങ് എന്താണെന്നറിയോ, എടുക്കാൻ വരുമ്പം ഈ പാർട്ടി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരിക്കും, പൈസ എടുപ്പിക്കായിരിക്കും. ഞാൻ കുറെ കേട്ടിരിക്കുന്നതാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇതിന്റെ സംഭവം ചോദിക്കുമ്പോൾ ഇവർ ഒന്നെങ്കിൽ വിളിച്ചാൽ കിട്ടുകയില്ല, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ പറയും ഞാൻ ആ കമ്പനി മാറി, ഞാൻ അടുത്ത കമ്പനിയിലേക്ക് സ്വിച്ച് ചെയ്യും. നമുക്ക് ആവശ്യം, ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലൈഫ് ഇൻഷുറൻസ് പ്രോഡക്റ്റ്, അല്ലേ? എല്ലാ NRIസും കൊടുക്കും. അത് പിന്നെ മിക്കവാറും, ഞാൻ പേര് പറയുന്നില്ല, ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് ഈ പറഞ്ഞ ക്ലയന്റും കൊടുക്കും. കാരണം അത് കൊടുത്തില്ല എനിക്ക് നാണം കേടാ എന്ന് പറഞ്ഞ് കൊടുക്കും. ഇത് വിൽക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10% റിട്ടേൺ കിട്ടും എന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്നത്. ആക്ച്വലി 5%, 5.25% ഒരിക്കലും കൂടുതൽ കിട്ടത്തില്ല. ഇത് എന്നാ മനസ്സിലാകുന്നറിയോ, 15 കൊല്ലം കഴിയുമ്പോൾ എടുക്കാൻ ചെല്ലും, അന്ന് ഇയാൾ അവിടെ ഇല്ല. അത് മലയാളി, ഞാൻ പറഞ്ഞില്ല, മലയാളിക്ക് ഒരു ബേസിക് കോമൺ സെൻസ് വേണ്ടേ? ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് 10% തരുന്നത് എന്ന് ഒന്ന് ചിന്തിക്കണ്ടേ? ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ട് പ്രൊഡക്റ്റ് വിൽക്കുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ചെറിയ നോൺ ബാങ്കിങ് ഫൈനാൻസ്, ഇവരൊക്കെയാണ് 12-13% പലിശ തരുന്നത്. ഈ പൈസ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, HDFC ലൈഫ് ഇൻഷുറൻസ്, ICICI അവരൊന്നും അവിടെ ഇടുകയല്ലോ. അതിന് ലിമിറ്റ് ഉണ്ട്. ഒരു AAA റേറ്റഡ് കമ്പനികളിൽ ഇടാൻ പാടുള്ള നിയമമുണ്ട്. അത് കൊടുക്കുന്നത് 6-7%. അങ്ങനെ അപ്പോൾ പിന്നെ ഇങ്ങനെ 10% കൊടുക്കുന്നത്? അത് ബേസിക് ആയിട്ട് ഇവർ തിങ്ക് ചെയ്യുന്നില്ല. ഈ പറയുന്ന മസാലയിൽ അങ്ങ് വീണുപോകും. ചിലര് ഭയങ്കര മിടുക്കരായിരിക്കുമല്ലോ, ഇങ്ങനെ പതപ്പിച്ച് അവര് പറയുന്നിട്ട് നമ്മുടെ പൈസ. ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഒത്തിരി ക്ലയൻസിന് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് ലെറ്റർ വരും. അതായത് ഒരു പാക്കറ്റ് എനിക്ക് അയച്ചു തരും. അപ്പോൾ എന്നിട്ട് എന്നോടുകൂടി വെച്ചിട്ട് ചാർട്ടേഡ് അക്കൗണ്ട് ആണെന്ന് ഞങ്ങൾ അവരോട് സംസാരിക്കും. അപ്പം ഞങ്ങൾ പറയും ഇന്ന വർഷമുണ്ട്, അത് അറിഞ്ഞിട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, ലൈഫ് ഇൻഷുറൻസ് 5.25% ടാക്സ് ഫ്രീ റിട്ടേൺ, ഇറ്റ്സ് എ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു 30% ടാക്സ് കൊടുക്കുന്ന ഒരാൾക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുക, ഒരു തെറ്റുമില്ല. അയാൾ മൈൻഡ് മനസ്സിലാക്കണം, 5.25% എനിക്ക് കിട്ടുള്ളൂ, പ്ലസ് 30% ടാക്സിന് ഓൾമോസ്റ്റ് 6-7% കിട്ടും. ദാറ്റ്സ് എനഫ് ചെന്നൈ ക്ലയൻസിന്. പക്ഷേ 10%, ഇപ്പം ഞാൻ പറയും, ഞാനത് വിൽക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ സാറിന് വിൽക്കുന്നത്, സാർ 1 ലക്ഷം രൂപ വെച്ച് 10 വർഷം അടയ്ക്കുക, 20 വർഷം കഴിയുമ്പോൾ സാറിന് 1 ലക്ഷം രൂപ വെച്ച് തിരിച്ചു തരും. ആ 10% റിട്ടേൺ ആയില്ല. ഞാൻ എന്ത് തെറ്റ് പറഞ്ഞോ? അതായത് 10% വെച്ച് 1 ലക്ഷം രൂപ വെച്ച് 10 കൊല്ലം അടയ്ക്കുക, ഞാൻ 1 ലക്ഷം രൂപ തിരിച്ചു തരും. അപ്പോൾ 10 ലക്ഷത്തിന്റെ 10% തന്നാൽ 1 ലക്ഷം. ഞാനവിടെ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഞാൻ തരുന്നത് തൊട്ടാന്നറിയോ, 21 വർഷം കഴിഞ്ഞാ. അപ്പൊ നെക്സ്റ്റ് 10 ഇയേഴ്സിന്റെ പൈസ ഇൻട്രസ്റ്റ് ഇടാ, അത് ചിങ്ക് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ ഇപ്പൊ എല്ലാവർക്കും ക്രൈസിയാണ്. ഇപ്പം ഗോൾഡിന്റെ പുറകെയായിരുന്നു എല്ലാവരും. ഇപ്പൊ അത് കഴിഞ്ഞ് സിൽവറിന്റെ പുറകെ, ഇപ്പൊ അതിന്റെ എല്ലാം ക്യാപ്ഷൻ കഴിഞ്ഞു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ട് SIP എന്ന് പറയുന്ന സംഭവം, SIP എന്ന് പറയുന്ന പ്രോഡക്റ്റ് കേരളത്തിൽ ഭയങ്കര ടോപ്പ് വെർഷനായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് ആർക്കും വേണ്ട, എല്ലാവർക്കും SIP മതി. ആക്ച്വലി മ്യൂച്വൽ ഫണ്ട്സിൽ ഒരു ഓപ്ഷനാണ് SIP. അതുപോലും ആളുകൾക്ക് അറിയില്ല. SIP നമ്മളും SIP വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ 1 ഇയർ മൈനസായി, 2 ഇയർ മൈനസായി, ഇപ്പോൾ നാളെ അറിയാം 3 വർഷത്തെ മൈനസ് ആകുമെന്ന്. അപ്പോൾ ആളുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യും.
ആളുകൾക്ക് അറിയില്ല മൈനസ് ആകുമ്പോഴാണ് റിട്ടേൺ കൂടുതൽ കിട്ടുന്നത്. ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒന്നും അല്ല, ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നും അല്ല. 2 മ്യൂച്വൽ ഫണ്ട് ഇടുന്നതും 2 ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതുമല്ല. ഒരു നല്ല ആളെ കണ്ടുപിടിച്ചിട്ട് അവരെ അങ്ങ് ചേർത്ത് നിർത്തി അവരെല്ലാം നല്ലതായിട്ട് ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളെപ്പോലുള്ള ഏജൻറ്റിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്കൊരു ക്ലയൻറ്റിനെ കളയാൻ താല്പര്യമില്ല. അപ്പം നമ്മൾ ജെന്യുവിനായിട്ടുള്ള കാര്യം പറയുള്ളൂ. 1. 2, നാളെ ഞാനത് ഫേസ് ചെയ്യണം. പിന്നെ ആ ഫാമിലിയിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫും കുട്ടികളൊക്കെ നമ്മൾക്ക് നേരിട്ട് അറിയാവുന്നവരാ. അപ്പോൾ അവർ മുഖത്ത് ചോദിക്കുക അങ്കിൾ ഇത് നമ്മളോട് ചെയ്തെന്ന് പറയുന്നത് നമുക്ക് പെയിൻഫുള്ളാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ചെയ്യണം. ഇവൻ നമ്മൾ അവർ ഇക്വിറ്റിയിൽ ഇടാൻ പറഞ്ഞാൽ നമ്മൾ പറയും വേണ്ടെന്ന് പറയും. കാരണം അവർ ചിലപ്പോൾ കുട്ടികൾക്ക് എഡ്യൂക്കേഷന് പൈസ ആവശ്യമില്ല. നമ്മൾ പറയും നോ നോ യു ഡോണ്ട് ഇൻവെസ്റ്റ് നമ്മൾ പറയും. ഓക്കെ. നിങ്ങൾ ഫിസിക്കലി ഇവിടെ ഇങ്ങനെ ഒരു ഓഫീസായിട്ട് ഉള്ളത് കൊണ്ട് തന്നെയും 15 ഇയേഴ്സ് ആയിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയും ആർക്കും ട്രസ്റ്റ് ചെയ്യാം അല്ലേ? ഞങ്ങൾ 25 വർഷമായി. ഞാൻ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയുടെ പേര് പറഞ്ഞ കുഴപ്പം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനി ബജാജ് ക്യാപിറ്റൽ ലിമിറ്റഡ്. 75 ഇയേഴ്സ് ഓൾഡ് കമ്പനി. അതെ. ലാസ്റ്റ് മൈ അസൈൻമെന്റ് ഈസ് ആസ് എ കേരള ഹെഡ്. ഞാൻ പറഞ്ഞ അവരാണ് എന്നെ ഇതെല്ലാം പഠിപ്പിച്ചേ. ബജാജ് ക്യാപിറ്റൽ എന്ന കമ്പനി എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ബെസ്റ്റ് ഫൈനാൻഷ്യൽ പ്ലാനിങ് കമ്പനി. അവരാണ് എൻ്റെ ഗുരു. അവരുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് വീണ്ടും ട്രാൻസ്ഫർ ആകണ്ടെന്ന് പറഞ്ഞ് ഞാൻ റിസൈൻ ചെയ്യുന്നേ ഉള്ളൂ. അവരാണ് എന്നെ ഞാനാക്കിയത്. അവർ പറയുന്ന ഫോളോ അപ്പ് ആണ് ഞാൻ വേണം. അവർ 75 വർഷമുള്ള കമ്പനിയാണ്. ഡൽഹിയിലൊക്കെ ഉള്ള കമ്പനികളാണ്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ തിരുക്കൊച്ചി ചൂസ് ചെയ്യണം? തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസ് നമ്മൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ളതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്രേ ഉള്ളൂ സംഭവം. എന്നെ മാത്രം ഞാൻ പറയുന്നില്ല. കാരണം ഈ കേരളത്തിലാണ് 3-4 കോടി ജനങ്ങളുണ്ട്. എനിക്കെല്ലാവരും സർവീസ് ചെയ്യാൻ പറ്റില്ല. എന്നെപ്പോൾ തന്നെയുള്ളൂ. എന്നെയും യൂസ് ചെയ്യാം. എന്നെപ്പോൾ ഇഷ്ടംപോലെ ഏജൻസ് ഉണ്ട്. അവരെ സെലക്ട് ചെയ്ത് അവരെ പഠിച്ച് മനസ്സിലാക്കി അവർ നിങ്ങളുടെ കൂടെ ഒരാളെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അതിൽ ഒരാൾ ഞാനും ആകാം. കാരണം എനിക്ക് ഈ പറയുന്ന 4 കോടി ജനങ്ങൾക്കൊന്നും സർവീസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അതിനെ ഞാൻ പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരു പ്രൊഡക്റ്റ് തന്നെ പറയുകയാണ് അവർ അവോയ്ഡ് ചെയ്യുക. തിരിച്ചും മറിച്ച് മ്യൂച്വൽ ഫണ്ട്സ് മാത്രം പറയുകയാണെങ്കിൽ ഈസ് നോ ഓൺലി വൺ പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈസ് ഓൺലി ഹാവിങ് ഏജൻസി ഇൻ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെ ഷെയർ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പറയാം. പ്രൊഡക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. പ്രൊഡക്റ്റ് നോളജ് അല്ലാതെ വീണ്ടും 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 ഒന്ന് പറഞ്ഞുകൊണ്ട് ദർ ഇസ് സംതിങ് റോങ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞങ്ങളെപ്പോലെ എന്നെപ്പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കുക. എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയാം ഇന്നയാൾ മോശമായി ഇന്നയാൾ നല്ല. ഇപ്പൊ എന്റെ കമ്പനി ഡിഫറൻ്റ് ആണ്, മറ്റേ കമ്പനി ആളുകൾ ചെയ്യുന്നത്. ഇപ്പൊ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ കമ്പനിയുടെ പോളിസിയാണ്. എനിക്ക് അവരെ നേരിട്ട് കാണണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് സാർ എനിക്ക് വന്നാൽ ചായ വേണം. വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ട് എന്നെ വിളിക്കണം. കാരണം നമുക്ക് ആ റോയൽ ആയിരിക്കണം. അത് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയില്ല. ഇപ്പൊ എൻ്റെ സുഹൃത്തുക്കൾ ഓൺലൈനിൽ മാത്രം ബിസിനസ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് അവരാരും മീറ്റ് ചെയ്യില്ല. ഓൺലി ഓൺലൈൻ. അപ്പൊ എല്ലാ സർവീസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അതിൻ്റെതായ അഡ്വാൻറ്റേജ് അവിടെയുണ്ട്, ഇവിടുത്തെ അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്കും ഉണ്ട്. അത്രേ ഉള്ളൂ. അല്ല ഞാൻ മാത്രം ശരിയെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ എപ്പോഴും സാർ പറഞ്ഞ പോലെ ക്ലയന്റിനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ട്രസ്റ്റ് അത് ശരിക്കും ട്രസ്റ്റ് നമ്മൾ കണ്ണി നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മൾ ശരിയാണോ അവർ ശരിയാണോ എന്നുള്ളത്. അതാണ് എന്റെ പ്രശ്നം. മുഖത്ത് സംസാരിക്കുമ്പോൾ അറിയാം, ഒരു ജെന്യൂനിറ്റി മനസ്സിലാവും. അതിനകത്ത് ഒരുപാടുണ്ട്. റാദർ ദാൻ വെറുതെ എവിടെയെങ്കിലും ഒരു സൈറ്റ് കണ്ട് അവിടെ കൊണ്ട് ഇടുന്നതിനെക്കാട്ടിലും നമ്മുടെ ഹാർഡ് ഏൺ മണി എന്ത് കാര്യം വേണം ചെയ്താലും ത്രൂ സമ്മൺ. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് റിലയബിൾ ആയിട്ട് നമ്മുടെ നെയ്ബർ ആയിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റ് ഉണ്ടാവും. ഇവർ ഓൺലൈനിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇവർ ഹോസ്പിറ്റലിൽ കയറി കോമ ആയി കഴിഞ്ഞാൽ ഇവർ എവിടെ ഹെൽത്ത് ഇൻഷുറൻസ് പോലും ഏത് കമ്പനി എടുത്ത് എങ്ങനെ അറിയും? ആ സമയത്ത് ഒരു ഏജന്റ് വഴിയാണെങ്കിൽ അയാൾ അത് ഇപ്പം തന്നെ ആ പോളിസി കൊണ്ടുപോയി അവിടെ കൊടുക്കുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ഇവരുടെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ചോദിക്കുന്നത് ജോൺസി കമ്മീഷൻ കിട്ടിയില്ല. കമ്മീഷൻ കിട്ടാതെ ആർക്കെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിക്ക് ഐ ക്യാൻ ഡു ചാരിറ്റി ഓൾവേസ്. അപ്പൊ നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്ന. പോസ്റ്റൽ സ്കീം, NPS, ഇങ്ങനെയുള്ള ക്യാൻസർ കെയർ പോളിസി ഇങ്ങനെയൊക്കെ ചെയ്യും. മറ്റു പിന്നെ വിൽപ്പത്രം എഴുതി കൊടുക്കുക. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ 3-4 പരിപാടിയുണ്ട്. പ്രോപ്പർട്ടി മാനേജ്മെന്റ്, NRI ക്ലയൻസ് ആണ്, UK US ഉള്ള ക്ലയൻസ് ഒക്കെയാണ്. അവരുടെ പ്രോപ്പർട്ടി മുഴുവൻ നമ്മൾ മാനേജ് ചെയ്യും. പക്ഷെ ഓൺലി തിങ് എന്ന് പറഞ്ഞാൽ അതിനൊരു സർട്ടൻ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം മ്യൂച്വൽ ഫണ്ട്സിൽ. ഫ്രീ ആയിട്ടും ചെയ്യില്ല. അതും വളരെ ക്ലിയർ പിന്നെ അത് ക്ലിയർ ആണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. എനിക്ക് 10-12 സ്റ്റാഫ് ഉണ്ട്. അവർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 0.5% ഉള്ളൂ. ആളുകൾ ചിന്തിക്കുന്ന പോലെ 5% ഒന്നുമില്ല. 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 50,000 രൂപ കിട്ടും. ആ 25% ടാക്സ് പോകും. ഞങ്ങളുടെ കമ്പനി ആയതുകൊണ്ട് 18% GST പോകും. ഒരു 25,000 രൂപ കിട്ടും. അതെല്ലാവരും അറിഞ്ഞിരിക്കുക. ഇനി അത് തരാൻ പറ്റുകയാണെങ്കിൽ ഡയറക്റ്റ് ചെയ്തോളൂ.
ഇത്രയുള്ള സംഭവം. സംഭവം വളരെ ക്ലിയർ ആണ് അല്ലേ? അല്ല, നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പൊ കേൾക്കുന്നവർക്ക് തോന്നുന്നു ഇതന്നെ ഇങ്ങനെയെന്ന്. നമ്മളിപ്പോഴുള്ള കാര്യം ഓപ്പണായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ഒരു മസാലയും ആഡ് ചെയ്തിട്ടില്ല. മസാലയൊന്നും ഇല്ല. ഇപ്പൊ എന്നെ കേൾക്കുന്ന, നിങ്ങളുടെ ചാനൽ വഴി എന്നെ കേൾക്കുന്ന ആളുകൾക്കൊക്കെ ജെന്യുവൻ ആയിട്ട് ഇപ്പൊ എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. ഞാൻ എന്റെ പോലെ ജെന്യുവൻ ആയിട്ടുള്ള എന്റെ സുഹൃത്തുക്കളുള്ള സ്ഥലമുണ്ട് കാലിക്കട്ട്. അപ്പൊ എന്നെ വിളിച്ച് ചെറിയ എമൗണ്ട് ആണ്, ഞാൻ പറഞ്ഞു സാർ ഞാൻ ഒരാളെ പറഞ്ഞുതരാം, സാർ അയാളെ പോയി മീറ്റ് ചെയ്തു, മൈ ഗ്യാരണ്ടി. എന്ത് സർവീസ് ഇഷ്യൂ ആയിട്ട് സാറിനെ വിളിച്ചു. പാലക്കാട് എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവർ കൊടുക്കും. കാരണം എനിക്ക് അവിടെ പോയി അവരെ സർവീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ലോകത്ത് എവിടെയുള്ളവർക്കാണെങ്കിലും തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസ് വഴി ചെയ്യാം, പ്രൊവൈഡഡ് നേരിട്ട് കാണുക, അല്ലെങ്കിൽ നേരിട്ട് കാണണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. റെഫറൻസ് ഇപ്പൊ എനിക്കൊരു 50% ക്ലയന്റ് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ. കാരണം നമ്മൾ ഇത്രയും കുറച്ചുകൂടെ മെച്ചൂറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ, മീശയൊക്കെ നിറച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ജോൺസി കുഴപ്പമില്ല. അപ്പോൾ ഇഷ്ടം പോലെ റെഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ വലിയ വലിയ എമൗണ്ടുകൾ നമ്മളെ കാണാതെ ഇഷ്ടം പോലെ ക്ലയന്റ് ഇടുന്നു. കാരണം അത് ഗ്യാരണ്ടീഡ് ബൈ അതർ പേഴ്സൺ. അവരെന്നെ കണ്ട ആൾക്കാരാണ്. ഇത് ഈ ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെഫറൻസാണ്. നമ്മൾ നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റെഫറൻസ് തരും, നമ്മളത് ചെയ്ത് കൊടുക്കും. ഇഷ്ടംപോലെ നല്ല റെഫറൻസ് കിട്ടും. അല്ല, ഒള്ളി തിങ് അവർ എപ്പോഴെങ്കിലും വരുമ്പോൾ നമ്മളെ കണ്ടിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഗുണം. കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു മാനസിക അടുപ്പം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഇക്വിറ്റി കൊടുത്തിട്ടുണ്ട്, നമ്മൾ പറയും സാറേ സാറിൻ്റെ ഏജൻസി ഇക്വിറ്റി കൂടുതലാണ്, കുറച്ചോളാൻ പറയും. ആ ഒരു ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നിലവിൽ സാറായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എത്ര ക്ലയൻസ് ഉണ്ടാവും? 1200 ക്ലയൻസ് ഉണ്ട്. അതിൽ 100 ക്ലയൻസ് 1 കോടി രൂപ മേലുള്ളവരാണ്. ഞാനായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള, പിന്നെ കുറച്ച് ക്ലയൻറ്റ് 10-25 വർഷം വെൽത്തി ക്ലയൻറ്റ്. 100 ക്ലയൻസിന് മേളിൽ 1 കോടി രൂപ ഉള്ളവരുണ്ട്. അപ്പം ഞങ്ങളുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരു കോടീശ്വരനാക്കി മാറ്റുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും പറഞ്ഞ് 1 കോടി ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് 2 കോടിയാവും. 5 കൊല്ലം കൊണ്ട് 2 കോടിയാവും. ഓക്കെ. അപ്പം നിങ്ങളുടെ സ്റ്റാഫ് കറക്റ്റായിട്ട് ഇരുന്ന് മോണിറ്റർ ചെയ്ത് എവിടെ എന്ത് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്ന് നോക്കി നമുക്ക് പറഞ്ഞ് കറക്റ്റായിട്ട് തരും. അതാണ് പറഞ്ഞു തരില്ല, നമ്മൾ സജസ്റ്റ് ചെയ്യും. അതാ പറഞ്ഞു തരും, അത് സജസ്റ്റ് ചെയ്ത് തരും. അപ്പം നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഇത് ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ ഒരു പനി വന്നാൽ ഡോള കഴിക്കും. 2-3 ദിവസം കഴിച്ച് പനി മാറിയില്ല, പിന്നെന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ പോകും. അതുപോലെയാണ് ഇതും. നമ്മൾ ഡോള ഒന്നും സജസ്റ്റ് ചെയ്യില്ല, ഇത് ഇന്ന പ്രൊഡക്റ്റ് ചെയ്ത സാറിന് നല്ലതാണെന്ന് പറഞ്ഞു തരും. ഒരിക്കലും വേണമെന്നല്ല, അതങ്ങനെ പറഞ്ഞു കൊടുക്കുക. സി നമുക്ക് കുറച്ച് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണ്. നമുക്കിങ്ങനെ ഡോക്ടറെ പോലെ അഡ്വൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പറഞ്ഞു കൊടുക്കാൻ പറ്റും, തീരുമാനം എടുക്കേണ്ടവർ. അതായത് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതാണ് പെണ്ണ്, ഇതാണ് ആണ്, നിങ്ങളൊന്ന് സംസാരിക്കുക, ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കുക, നമ്മളെ കമ്മീഷൻ തരിക എന്ന് പറയുന്ന പോലെ മലയാളം പറഞ്ഞ് നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. ഞാൻ എല്ലാ ഈ ചാനലിൽ കേൾക്കുന്ന എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ചെയ്യരുതാത്ത 2 കാര്യം: ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷന് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾ ഈ മാർവാടി സ്റ്റൈലിൽ എന്ത് ബിസിനസ് ചെയ്യുന്ന ആൾ, സെലിബ്രിറ്റി ആയിക്കോട്ടെ, സിനിമാ നടനായിക്കോട്ടെ, ആരായിക്കോട്ടെ, എപ്പോഴും റിട്ടയർമെൻറ്റിനെ കുറിച്ച് തിങ്ക് ചെയ്യുക. ഉള്ള പൈസ മുഴുവൻ എടുത്ത് ബിസിനസ് ചെയ്യാതെ മാർവാടി ചെയ്യുന്നുണ്ട്. അവരുടെ ലാഭം അവരെപ്പോഴും ബിസിനസ് റീഇൻവെസ്റ്റ് ചെയ്യത്തില്ല, സേഫർ സൈഡ് എടുക്കുക. അപ്പം നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് മാത്രം ചെയ്താൽ വേറെ ഒന്നുമില്ല. ഇന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. ഒരിടത്ത് പോയി 10 മിനിറ്റ് സമയം ചിലവാക്കുക. ഒരു വർഷത്തിൽ 1 മണിക്കൂർ ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡറിൻ്റെ ഓഫീസിൽ പോയിരുന്നിട്ട് ഒന്ന് നോക്കുക, ഞാൻ എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം ഞങ്ങളുടെയൊക്കെയാണ് ബെസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. സ്വന്തം മൊബൈൽ ആപ്പ് ഉണ്ട്, ഏത് രാജ്യത്തിരുന്നും കാണാം വാല്യുവേഷൻ, ഏത് രാജ്യത്ത്. അങ്ങനെ അത്ര ഹൈ എൻഡ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് മൾട്ടിനാഷണൽ കമ്പനിയുടെ സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ പെയ്ഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ടെൻഷനൊന്നുമില്ല. നിങ്ങൾ വർഷത്തിലൊരിക്കലെങ്കിലും റീറ്റെയിൽ ക്ലയൻറ്റ് വർഷത്തിലൊരിക്കൽ, ഒരു ഹൈ എച്ച് ക്ലയൻറ്റ് എവരി 3 മന്ത്സിൽ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുക, വിളിക്കുക, വീട്ടിൽ ഇരിക്കുക, ചായ കുടിക്കുക, സംസാരിക്കുക, നോക്കുക, എല്ലാം കറക്റ്റാണ് നോക്കുക. അതിന് ഫാമിലിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, 2 പേരോട് ഇരുന്ന്. അപ്പോൾ ചിലപ്പം ഹസ്ബൻഡ് ഫിസിക്കനായിരിക്കും, അപ്പം ഭാര്യയ്ക്ക് തോന്നും. അപ്പോൾ ഭാര്യയോട് പറയാം, നിന്റെ പേരിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഷീ ഈസ് ഓൾസോ ബി ഹാപ്പി. അതാണ് സംഭവം. ഇനി അതല്ല, ഒറ്റയ്ക്ക് വേറെ ആരും അറിയണ്ട, സീക്രട്ടീവ് ആയിട്ടാണ് എമൗണ്ട് കുറച്ച് കൊടുക്കും. അല്ല, അതങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ പോലും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ, ലൈഫ് ഇൻഷുറൻസ് കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്റെ ഭാര്യക്കറിയാം ഞാൻ 2-3 സീറോ കുറച്ചാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ 50 ലക്ഷം എടുത്താൽ ഞാൻ 5 ലക്ഷം എന്ന് പറയാറുള്ളൂ. നമുക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് സീറോസ് കുറച്ച് പറയാം. എമൗണ്ട് ഇപ്പം വലിയ എമൗണ്ട് പറയാം, ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയാ എന്നുള്ളതേ ഉള്ളൂ. ലോജിക്കലി നമ്മൾ സീക്രട്ട് ആയിരിക്കേണ്ട കാര്യം സീക്രട്ടായിട്ട് തന്നെ ഇരിക്കുക. ഫാമിലിയിൽ പറയേണ്ട കാര്യം ഫാമിലിയിൽ പറയുക. പക്ഷേ ഫാമിലിയാണ്. ഇപ്പം എൻ്റെ ക്ലയൻസ് ഒക്കെ പറയാം, എന്തുണ്ടെങ്കിലും ജോൺസോട് ചോദിച്ചോളാൻ പറയും.
അങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഫാമിലി അറിഞ്ഞിരിക്കണം. എല്ലാം ദേ ആർ ഓൾസോ വെരി ഹാപ്പി ആയിരിക്കണം. അതെ. അപ്പൊ അങ്ങനെ നമുക്കും നമ്മുടെ പൈസ മണിയും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും റെക്കോർഡിക്കലാക്കാനും യെസ്, അതാണ് അതിന്റെ ആക്ച്വൽ വേർഡ്. അത് ഇങ്ങനെ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിട്ടും സെക്യൂർഡ് ആയിട്ടും ഇരിക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്കിനി റാപ്പിഡ് ഫയറിലേക്ക് പോവാം. എമർജൻസി ഫണ്ട് ഓർ ഇൻവെസ്റ്റ്മെന്റ് ഫസ്റ്റ്? എമർജൻസി ഫണ്ട്. ടേം ഇൻഷുറൻസ് ഓർ ഹോൾ ലൈഫ് ഇൻഷുറൻസ്? ടേം ഇൻഷുറൻസ്. Health insurance at 25 or after 35? 25. SIP or lump sum investment? Both. Saving or investing, which matters more? Invest. Insurance protection or investment? Investment protection. Investment protection. Credit card, useful tool or financial trap? Useful tool. One must have insurance for everyone. Yes. Biggest money mistake people make? Invest in a fund and future and option. One golden rule for financial stability? 30-30-10. I'll start investing later. Biggest lie? Biggest lie. One policy everyone thinks is a useful but it is not? Health insurance. ഇതില് ക്രെഡിറ്റ് കാർഡിന്റെ കാര്യം ഒന്ന് ഡീറ്റെയിലിംഗ് ഇങ്ങോട്ട് പോയിട്ട് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് പേടിയാണ് ഇപ്പോഴും. എന്നാൽ ചില ആൾക്കാർ പല തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് സ്വൈപ്പ് ചെയ്യുന്നവരുണ്ട്. ആക്ച്വലി എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് കാർഡ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആണ്. കാരണം വെച്ചാൽ അത് ഈ ഒൺലി തിങ് എന്ന് പറയുന്നത് അതിന്റെ ഡ്യൂ ഡേറ്റിന് മുമ്പ് അടയ്ക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കിട്ടിയാണ് കട്ട് ചെയ്ത് കളയുക. ക്രെഡിറ്റ് കാർഡിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 35% ഒരു ദിവസം താമസിച്ചാൽ. യങ്സ്റ്റേഴ്സിനെ എല്ലാം കൊല്ലുന്ന ഒരു പ്രൊഡക്റ്റാണ് ക്രെഡിറ്റ് കാർഡ്. എന്നിട്ട് ക്രെഡിറ്റ് കാർഡിന് അടുത്ത ഓപ്ഷനാണ് EMI. ഒരിക്കലും EMI പോകാതിരിക്കുക. ക്രെഡിറ്റ് കാർഡ് ഇസ് ടൂൾ ഫോർ നോട്ട് കീപ്പിംഗ് മണി ഇൻ പേഴ്സ്. യൂസ് ഇറ്റ്, പേ ഇറ്റ് ഓൺ ടൈം. ഇറ്റ്സ് എ ബെസ്റ്റ് ഓപ്ഷൻ. അതിൽ മിനിമം ഡ്യൂ ആയിട്ട് വെക്കുന്നതോ അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. യു ഹാവ് ടു പേ ഫുൾ എമൗണ്ട്. അതർവൈസ് യു ഹാവ് ടു പേ 30% ഇൻട്രസ്റ്റ് ഓൺ ഡേ 1. നോ മിനിമം എമൗണ്ട് ഡ്യൂ ഉണ്ടല്ലോ. മിനിമം ഡ്യൂവിന് ബാലൻസിന് യു ഹാവ് ടു പേ 30%. If you suppose your credit card bill is 1 lakh, minimum due is 10,000. You pay only 10,000, 90,000. You have to pay first 3 months 25%. It will go 25% or interest at 3 times of bank FD. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? Why you are using credit card? If you have no income, why you are using credit card? Only thing you can use the credit card for emergency hospitalization. അല്ലാതെ യൂസ് ചെയ്ത് ഞാൻ പറയാം എന്തിനാ ഉപയോഗിക്കുന്നത്? But normally നമ്മൾ പറയും why you people buy Apple phone? What is the usage of Apple phone? Only showing I'm Apple. But no one is using 100% ആപ്പിളിന്റെ എല്ലാ കാര്യങ്ങളും ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും ഉപയോഗിക്കരുത്. അങ്ങനെയുള്ളവര് അല്ലെങ്കിൽ ഇറ്റ്സ് എ റൈറ്റ് തിങ്. കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ. wherever you go you can stop it. Pay it on time. വേറെ എന്ത് ചെയ്തില്ലെങ്കിലും ജീവിച്ചിരുന്ന ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് ബിഫോർ ഡ്യൂ ഡേറ്റ് 2 days മുമ്പ് കൊടുത്തു. കാരണം ആ എമൗണ്ട് അവിടെ ക്രെഡിറ്റ് ആകണം. വേറെ ഒന്നും ചെയ്തില്ല. ഫുഡ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് കൊടുത്തു ഇല്ലെങ്കിൽ നമ്മൾ സ്വപ്പ് ഔട്ട് ആയി പോകും. അതേപോലെ SIP ഓർ ലംസം ഇൻവെസ്റ്റ്മെന്റ് അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. SIP എന്ന് പറയുന്നത് നമുക്ക് റെഗുലർ ഇൻകം ഉള്ള ഒരാളില്ലേ. ഇപ്പോൾ ഒരാൾ ഈ ഒരു ജോലിക്ക് കയറി 30,000 രൂപ ശമ്പളം ഉണ്ട്. അവരുടെ എല്ലാ ഇൻകം കഴിഞ്ഞിട്ട് 9,000 rupees 30% 9,000 rupees SIP RD എല്ലാവരും ചെയ്യുക. ഇപ്പോൾ ഒരു HNI ക്ലയൻറ്റ് വെൽത്ത് ഉള്ള ക്ലയൻറ്റ് 10,000 രൂപയുടെ SIP ഇറങ്ങുന്നത് എന്താകാനാണ്? ഒരു 1 കോടി രൂപ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഒരു 30 ലക്ഷം രൂപ ലംസമായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, 30 ലക്ഷം രൂപ FD ഇൻവെസ്റ്റ് ചെയ്യുക, 10 ലക്ഷം രൂപ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, 5 lakhs സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കി ഫണ്ട് എമർജൻസി ഫണ്ടായിട്ട് വെക്കുക. അദ്ദേഹം സാധാരണ കേരളത്തിൽ നടക്കുന്ന സംഭവം എന്നറിയോ? അൾട്രാ HNI ക്ലയൻറ്റ് പോലും ചെയ്യുന്ന 10,000 രൂപ SIP കൊടുക്കും. ഈസ് ഹാവിങ് ക്രോഡ്സ് ഇൻ എ ബാങ്ക്. അവിടെയാണ് ഈ മലയാളികളുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അവിടെ നമ്മളും ചെന്ന് ചോദിക്കും സാറേ ഒരു SIP കൊടുക്കും. ഓക്കെ 2,000 രൂപ ഒരു റിലേഷൻഷിപ്പ്. നമ്മളൊന്നും അങ്ങനെ ചെയ്യില്ല. നമ്മൾ ചോദിക്കുന്ന എത്ര രൂപ ഉണ്ട് സാറിൻ്റെ? അത് നമ്മൾ സത്യം പറഞ്ഞു. നമ്മൾ പറയും ഈ വക്കീലും ഡോക്ടറും കള്ളം പറഞ്ഞു. തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസ് എന്നോട് കള്ളം പറഞ്ഞു. ഞാൻ കറക്റ്റാ പറഞ്ഞുതരാം സാറേ. ഇത് തീർച്ചയായിട്ടും ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന് 30% ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ ആ ഏജ് ഞാൻ പറഞ്ഞില്ലേ, അണ്ടർമൈൻസ് ഏജ്, അത് മനസ്സിൽ ചെയ്യുക. പിന്നെ യങ്സ്റ്റേഴ്സ് SIP വന്ന് റിട്ടയർമെൻറ്റിന് വേണ്ടി ചെയ്യുക. SIP തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ സ്നേഹത്തോടെയുള്ള എല്ലാവരുടെയും റിക്വസ്റ്റ് നിങ്ങൾ NPS ചെയ്യുക. SIP കാർഡിലും ബെറ്റർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്
NPS ആണ്. NBS ഫോർ റിട്ടയർമെന്റ്, SIP ഫോർ വെൽത്ത് ജനറേഷൻ. അതിപ്പോ സാറിന്റെ ഫാമിലിയിൽ നിങ്ങൾ 4 പേരാണ്, 4 പേരുടെയും പേരിൽ NPS ചെയ്യുക. 0 ഏജ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഇമാജിൻ, 1 വയസ്സുള്ള കൊച്ചിന് 60 വയസ്സ് വരെ 1000 രൂപ വെച്ചിട്ടാൽ എനിക്കൊന്ന് 2-3 കോടി രൂപ കിട്ടും. 1000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചില തമാശ പറഞ്ഞു കൊടുക്കും. ഈ കൊച്ചിന്റെ ബർത്ത്ഡേ വരികയല്ലേ, ഒന്നാമത്തെ 1000 രൂപ, രണ്ടാമത്തെ 2000 രൂപ, മൂന്നാമത്തെ 3000 രൂപ. കേക്കിന്റെ പൈസ പോലും ആകുകയില്ല. ഒരു കേക്കിന് ഇപ്പം 1000-1500 രൂപ. അത്രയും രൂപയെങ്കിലും ആ കുട്ടിയുടെ ഇത് എന്തിനു വേണ്ടിയാണ്? കുട്ടികളെ ഇപ്പോഴും സമ്പാദ്യം പഠിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു പുതിയ റൂളാണ് സ്റ്റാർട്ട് ഫ്രം 0. അതേപോലെ ഗേൾസിന് വേണ്ടിയിട്ടുള്ള സുകന്യ സമൃദ്ധി, അത് തീർച്ചയായിട്ടും ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യുന്ന മലയാളികൾ ഒത്തിരി പേരുണ്ട്. പക്ഷെ എന്നെ സംഭവം അറിയാ, മാഡം ചെയ്യുന്നുണ്ടാകും, പക്ഷെ അതിന്റെ ലിമിറ്റ് ഉണ്ട്. 1.5 ലക്ഷം. ആ 1.5 ലക്ഷം ഇടണം. 1000 രൂപ ഇട്ടിട്ട് കാര്യമില്ല. 1.5 ലക്ഷം രൂപ 15 കൊല്ലം ഇടുക, 21 വർഷം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 70 lakhs കിട്ടും. അത് ടാക്സ് ഫ്രീയാ. കിട്ടുന്ന മുഴുവൻ എമൗണ്ട് ടാക്സ് ഫ്രീയാ. NBS-ലും കിട്ടുന്ന ടാക്സ് ഫ്രീ ആണ്. NBS-ലും കിട്ടുന്ന പൈസ മുഴുവൻ ടാക്സ് ഫ്രീയാ. മ്യൂച്വൽ ഫണ്ട് 12.5% ടാക്സ് കൊടുക്കണം. 1.5 ലക്ഷം രൂപ ലാഭത്തിന് ടാക്സ് ഇല്ല. അത് കഴിഞ്ഞതിന് 12.5% ടാക്സ് കൊടുക്കണം. അപ്പൊ ഞാൻ ഈ പറയുന്ന എല്ലാവരും, എന്റെ സുഹൃത്തുക്കളും എന്നെ ഇത് കണ്ടിട്ട് നാളെ ചീത്ത വിളിക്കും. NBS ഞാൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ NBS എടുക്കുമ്പോൾ എനിക്ക് നഷ്ടമാണത്. കാരണം എന്റെ പൈസ ഇടുന്നത്. പക്ഷെ അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ്. അത് സീനിയർ സിറ്റിസൺ, എല്ലാ സീനിയർ സിറ്റിസണും നേരെ പോസ്റ്റ് ഓഫീസിലെ ബാങ്കിൽ പോയിട്ട് സീനിയർ സിറ്റിസൺ പോളിസി FD ഇടുക. 30 ലക്ഷം മിനിമം. ഹസ്ബൻഡ് വൈഫിന് 60 ലക്ഷം രൂപ. സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഏത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും രാത്രിയിൽ ഉറക്കം വരുന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ എന്തോ ഇഷ്യൂ ഉണ്ട്. ഇഫ് യു കനോട്ട് സ്ലീപ്പ് ഫോർ യുവർ ഇൻവെസ്റ്റ്മെന്റ്, ഇമ്മീഡിയറ്റ് നിങ്ങൾ ഡോക്ടറെ കാണുന്ന പോലെ ഇമ്മീഡിയറ്റ് യു കൺസൾട്ട് വിത്ത് എനി ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ്, റീബാലൻസ് യുവർ ഇൻവെസ്റ്റ്മെന്റ്സ്. അതെ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു സംഭവമാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കുള്ള ചെലവിനുള്ള പൈസയും കിട്ടും, നമുക്ക് വരുമാനവും കിട്ടും എന്നുള്ളത്. എന്താണ് ഇതിന്റെ പിന്നിൽ? അതൊരു ആക്സിഡന്റ് കെയർ പോളിസി എന്ന് പറയും. മെഡിക്കൽ ഇൻഷുറൻസ് അല്ല, ആക്സിഡന്റ് കെയർ പോളിസിയാണ്. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ചെലവ് 1 ലക്ഷം രൂപ തരും. റീഇൻവെസ്റ്റ്മെന്റ് 1 ലക്ഷം രൂപ കിട്ടും. ബാക്കി മെഡിക്കൽ എയിം പോളിസി അവർക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ സപ്പോസ് ഫ്രാക്ചർ ആയി, ഡോക്ടർ എഴുതുകയാണ് അടുത്ത 10 ആഴ്ചത്തേക്ക് ബെഡ് റെസ്റ്റ് വേണം. അങ്ങനെയുള്ള കേസിൽ 10 ലക്ഷം രൂപ ആണെങ്കിൽ ഈ കമ്പനി നിങ്ങൾക്ക് 10,000 രൂപ എല്ലാ ആഴ്ചയും തരും. ആ 10 ആഴ്ച 1 ലക്ഷം വീട്ടിലായിരിക്കണം. വീട്ടിലാണെങ്കിൽ കിട്ടുള്ളൂ, ഹോസ്പിറ്റലിൽ കിട്ടില്ല. റെസ്റ്റിംഗ് ടൈമിൽ നമുക്ക് വേണേ കിട്ടും. എല്ലാ ആഴ്ചയിലും 10,000 രൂപ തരും. അപ്പോൾ 10 ആഴ്ചയാണെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ 105 ആഴ്ച കിട്ടും. 10 ലക്ഷം രൂപ വരെ കിട്ടും. അത് ഇപ്പം എന്തെങ്കിലും തിരുമലിന്റെ കാര്യത്തിലോ എന്താണെങ്കിലും ഇഫ് യു ആക്സിഡന്റ് പറ്റി, ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ച ആക്സിഡന്റ് അല്ല, വീട്ടിൽ തെന്നി വീണു പറ്റിയ ആക്സിഡന്റ്, എന്ത് ഫ്രാക്ചർ ഉണ്ടായാലും അപ്പൊ ഡോക്ടർ പറയാണ് നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം ഇത്ര ആഴ്ച എന്ന് പറയുകയാണെങ്കിൽ അത്ര ആഴ്ചത്തെ പൈസ എടുത്ത സമ്മർഷോണ്ട് 10%. 10 lakhs ആണെങ്കിൽ 10,000, 25 lakhs ആണെങ്കിൽ 25,000, 1 കോടി ആണെങ്കിൽ അതനുസരിച്ച് അവർ തരും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്നറിയോ? ഇത് 18 വയസ്സുള്ള 65 വയസ്സുള്ള ആർക്കും എടുക്കാം. പ്രീമിയം ഫിക്സഡാ, പ്രീമിയം ചേഞ്ച് ആകത്തില്ല. ഇപ്പം ഞാൻ 62 വയസ്സുള്ള ഒരാൾക്ക് കൊടുത്തത് 25 ലക്ഷം രൂപ പ്രീമിയം എന്ന് പറഞ്ഞാൽ 6,800 രൂപയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് 10 ആഴ്ച കിടന്ന് 25,000 രൂപ എല്ലാ ആഴ്ചയും കിട്ടും. അപ്പൊ അത് വരുമാനമായി അല്ലേ? പിന്നെ വരുമാനമായി. പിന്നെ ഇതിനകത്തൊരു പറയാൻ പാടില്ല, സപ്പോസ് എന്തെങ്കിലും പറ്റിയാൽ 25 ലക്ഷം രൂപ ആണെങ്കിൽ 25 ലക്ഷം രൂപ ഫാമിലി കിട്ടും. ഫുൾ എമൗണ്ടും കിട്ടും അങ്ങനെയാണെങ്കിൽ. പക്ഷെ പ്രീമിയം മാറുന്നില്ല. 18 തൊട്ട് 65 വയസ്സ് വരെ സെയിം പ്രീമിയം ആണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ചെറിയ പ്രീമിയം. ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയുടെ സമ്മർഷോട് എടുക്കുകയാണ്, 10 ലക്ഷം രൂപ ഒരു ചായ കുടിക്കുന്ന പൈസ ഒരു ദിവസവും. പിന്നെ ഹോസ്പിറ്റലിൽ ക്ലൈമായിട്ട് കിട്ടുന്ന 1 ലക്ഷം രൂപ മാക്സിമം കിട്ടുള്ളൂ. അത് റീഇംബേഴ്സ്മെന്റ് ആണ്. ഇത് എടുത്ത ഒരു വ്യക്തിക്ക് മറ്റേ ഹെൽത്ത് ഇൻഷുറൻസ് ഇത് മിക്കവാറും കമ്പനികളില്ലേ, കോർപ്പറേറ്റ് കമ്പനികൾ, ഇപ്പൊ വലിയ കമ്പനികളെല്ലാം ഇവർക്ക് ഇത് ഓഫർ ചെയ്യും. എന്നുവെച്ചാൽ അവരുടെ ഒരു ഇപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള കമ്പനികളൊക്കെ അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇതെല്ലാം എല്ലാ ചെറിയ ചെറിയ കമ്പനികളും ഓഫർ ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൊഡക്റ്റ്. ചെറിയ എമൗണ്ട് മതി, പക്ഷെ ആരും ചെയ്യല്ല. എല്ലാവരും ചെയ്യും. ആക്സിഡന്റ് ആയി കഴിഞ്ഞു എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാം. എല്ലാവർക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് കേൾക്കുമ്പോൾ അതെനിക്കിപ്പോ ആവശ്യം വരില്ല എന്നുള്ള വിധത്തിൽ അങ്ങ് ചെയ്യാൻ. നമ്മുടെ സ്വന്തം വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്നില്ലേ? അപ്പൊ എന്തുകൊണ്ട് സ്വന്തം ലൈഫ് ഇൻഷുറൻസ് എടുത്തുകൂടാ എന്നുള്ള ചിന്താഗതി വരണം. പിന്നെ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, സ്വന്തം ഭാര്യയും മക്കളെ സ്നേഹിക്കാൻ പഠിക്കണം, എന്നാ എടുക്കും.
ഓക്കെ, യെസ്. താങ്ക് യു. ഓക്കെ സർ. താങ്ക് യു സോ താങ്ക് യു മച്ച്. വെരി താങ്ക് മച്ച്. യു. ഓക്കെ. താങ്ക് യു.